أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ووجدك عائلا فأغنى. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وراودته الجبال سم من ذهب عن نفسه فأراها أيام شمامي. وأكدت زهده فيها ضرورته. إن الضرورة لا تدعو على العصام. وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج الدنيا من العدم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൻ്റെ തുടക്കം മുതലേ അല്ലാഹുവിൻ്റെ പ്രത്യേകമായ മേൽനോട്ടത്തിലും സംരക്ഷണത്തിലും ജീവിച്ചു വന്നിട്ടുള്ള അതുല്യ വ്യക്തിത്വമാണ്. ആ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതം ഈ ഭൗതികമായ ലോകത്തിൽ കാണാതെ പാരത്രിക ലോകത്തുള്ള ജീവിതത്തെയാണ് അവിടുന്ന് മനസ്സിൻ്റെ അടിത്തട്ടിൽ സൂക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉറക്കമൊഴിച്ച് എഴുന്നേറ്റ് നിന്ന് ധാരാളം ഇബാദത്ത് ചെയ്യുകയും നിസ്കാരവും ദിക്റും തസ്ബീഹും ഖുർആനോത്തുമായി ജീവിക്കുകയും ചെയ്തു. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനോട് ഞാൻ അപമര്യാദയായി പെരുമാറിപ്പോയി അഥവാ ആക്രമിച്ചുപോയി
അനീതി ചെയ്തു പോയി എന്നർത്ഥം വരുന്ന പദ്യമാണ് ഇന്നലെ നാം സംസാരിച്ചിരുന്നത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കമൊഴിച്ചതുപോലെ ഉറക്കമൊഴിച്ച് നിസ്കരിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന മാനസികമായ അസ്വസ്ഥതയാണ് മഹാനായ ഇമാം ബൂസരി റഹ്മത്തുള്ളാഹി അലൈഹി പ്രകടിപ്പിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സ്ഥാനം നിർദ്ദേശിച്ചിട്ടുള്ള നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള വലിയ സൽക്കർമ്മമാണ് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക എന്ന് പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുവേണ്ടി ധാരാളം പ്രചോദനം നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരിക്കൽ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി ഖുറഫൻ യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹാ വബാത്തിനുഹാ മിൻ ളാഹിരിഹാ. സ്വർഗത്തിൽ ഒരു പ്രത്യേകമായ ഭാഗമുണ്ട്. ആ ഭാഗം അതിൻ്റെ ബാഹ്യവശം അതിൻ്റെ ആന്തരിക വശത്തിലൂടെയും ആന്തരികവശം ബാഹ്യവശത്തിലൂടെയും കാണാൻ കഴിയുന്നു. അത് വല്ലാത്ത കാഴ്ചയുള്ള ഒരു കെട്ടിടമാണ്. അഅദ്ദഹല്ലാഹു ലിമൻ അലാനൽ കലാം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത് 4 പ്രത്യേകതകളുള്ളവർക്കാണ്. ഒന്നാമതായി ലിമൻ അലാനൽ കലാം, സംസാരം മയമാക്കിയവൻ. തീവ്ര ശൈലിയില്ല, തീവ്രവാദമില്ല, തീവ്രമായ സ്വരമില്ല, മറിച്ച് വളരെ ലളിതമായി ജനങ്ങൾക്ക് വളരെ ലോലമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവൻ. അങ്ങനെ സംസാരത്തിലെല്ലാം മാന്യതയും അതുപോലെ താഴ്മയും പ്രകടിപ്പിച്ച് സംസാരിക്കുന്നവൻ. ചൂടായി സംസാരിക്കുന്നവനല്ല, അതുപോലെ ശക്തമായ ഭാഷയിൽ പറയുന്നവനല്ല. അങ്ങനെ സംസാരം ലോലമായി, അത് ഭാര്യയോടായാലും ഭർത്താവിനോടായാലും ശിഷ്യന്മാരോടായാലും ഉസ്താദിനോടായാലും നേതാക്കളോടായാലും അനുയായികളോടായാലും സുഹൃത്തുക്കളോടായാലും മുതലാളിയോടായാലും തൊഴിലാളിയോടായാലും ആരോട് സംസാരിക്കുമ്പോഴും സംസാരം ലോലമാക്കി സംസാരിക്കുന്നവൻ, അവനാണ് ആ സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം. ഒരു അടയാളം, ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു സ്വഭാവം അതാണ്. മറ്റൊന്ന് അവിടുന്ന് പറഞ്ഞു, ഭക്ഷണം നൽകുന്നവൻ, ഭക്ഷിപ്പിക്കുന്നവൻ. ഭക്ഷണം നൽകുക എന്നത് വളരെ പുണ്യമേറിയ ഒരു സൽക്കർമ്മമാണ്. സദഖകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള സദഖയാണ് ഭക്ഷണം നൽകുക എന്നത്. ഭക്ഷണം നൽകുന്നവൻ. മൂന്നാമതായി നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു, വതാബഅസ്സിയാം, നോമ്പ് തുടരെയായി എടുക്കുന്നവൻ. എല്ലാ തിങ്കളാഴ്ചയും നോമ്പ്, അല്ലെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും നോമ്പ്, അല്ലെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ്, എല്ലാ അയ്യാമുൽ ബീദിലും നോമ്പ്, അതുപോലെ എല്ലാ അയ്യാമു സൂദിലും നോമ്പ്. ഇങ്ങനെ തുടരെയായി നോമ്പെടുക്കുന്നവൻ. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളതാണ് ആ മഹത്തായ സ്വർഗം. മറ്റൊന്ന് അവിടുന്ന് പറഞ്ഞു, നാലാമത്തേത് വസല്ലാ ബിൽ ലൈലി വന്നാസു നിയാം, ജനങ്ങളെല്ലാം ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് രാത്രിയിൽ നിസ്കരിക്കുന്നവൻ. മഹാനായ നബി സല്ലല്ലാഹു നിങ്ങൾ 4 കാര്യമാണ് സ്വർഗത്തിലെ ആ മഹോന്നതമായ ആ ഭവനം ലഭിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, സംസാരം ലോലമാവുക, കടുത്ത ഭാഷയിൽ സംസാരിക്കാതിരിക്കുക. മറ്റൊന്ന്, ഭക്ഷണം നൽകുക. അത് വലിയ ഒരു പുണ്യകർമ്മമാണ്. എവിടെയും നമുക്ക് നല്ല സന്തോഷമുള്ള സമയത്ത് ഭക്ഷണം കൊടുക്കുക, വിഷമമുള്ള സമയത്തും ഭക്ഷണം കൊടുക്കുക, എപ്പോഴും ഭക്ഷണം കൊടുക്കുക. നിങ്ങൾ കണ്ടില്ലേ, ഒരു കുട്ടി പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പേരിൽ ആട്ടിനെ അറുത്ത് മാംസം വിതരണം ചെയ്യുക. ആൺകുട്ടികളാണെങ്കിൽ 2 ആട്ടിനെ അറുത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ പുണ്യം. ഒരാട്ടിനെ അറുത്ത് കൊടുത്താലും കുഴപ്പമില്ല, ഉദ്ഹിയ്യത്തിന് പറ്റുന്നതായിരിക്കണം. അതുപോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോത്തിനെയോ അല്ലെങ്കിൽ കുട്ടനെയോ അല്ലെങ്കിൽ ഒട്ടകത്തെയോ അത്തരത്തിലുള്ള ജീവികളെ അറുത്ത് അതിൻ്റെ മാംസം നൽകുക. അതിനെ അഖീഖത്ത് അറുക്കുക എന്ന് പറയും. സന്തോഷമുണ്ടായതിൻ്റെ പേരിൽ, നമുക്കൊരു കുട്ടി ജനിച്ചതിൻ്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കാനാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ,
സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവർ, വിഷമമുള്ള സമയത്തും ചെലവഴിക്കുന്നവർ, അവർക്കാണ് സ്വർഗം തയ്യാർ ചെയ്തിട്ടുള്ളത്. അപ്പൊ സന്തോഷമുള്ള സമയത്ത് നല്ല ഭക്ഷണം വിതരണം ചെയ്യുക. നമ്മളുടെ മകളുടെ കല്യാണത്തിന്, മകന്റെ വിവാഹത്തിന്, അതുപോലെ വിവാഹം നിശ്ചയിക്കുമ്പോൾ, അല്ലെങ്കിൽ വിവാഹത്തിന്റെ നിക്കാഹ് നടക്കുമ്പോൾ, അതുപോലെ തന്നെ സൽക്കാരം നടക്കുമ്പോൾ അതൊക്കെ സന്തോഷമാണ്. സന്തോഷമുള്ള സമയത്ത് ഭക്ഷണം വിതരണം ചെയ്യാം. അത് വളരെ പുണ്യമുള്ള ഒരു കർമ്മമാണ്. ഇതുപോലെ സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസം, ജനിച്ച ദിവസം ഭക്ഷണം വിതരണം ചെയ്യുക. കാരണം അത് സന്തോഷമുള്ള ദിനമാണ്, സന്തോഷമുള്ള മാസമാണ്. പരിശുദ്ധ റമളാൻ നമുക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന സമയമാണ്. റമളാനിൽ ആളുകളെ നോമ്പ് തുറപ്പിക്കുക, അത്താഴം കൊടുക്കുക, മുത്താഴം നൽകുക, ഭക്ഷണം വിതരണം ചെയ്യുക വലിയ പുണ്യകർമ്മമാണ്. വെള്ളിയാഴ്ച ദിവസം വലിയ സന്തോഷമുള്ള ദിവസമാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മദിനമാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് വെള്ളിയാഴ്ചയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വലിയ പുണ്യദിനമാണ് വെള്ളിയാഴ്ച. ഭക്ഷണം നൽകുക പ്രത്യേകം പുണ്യമാണ്. ഇതുപോലെ സന്തോഷമുള്ള സമയം, നമ്മളുടെ മകന്റെ സുന്നത്ത് കർമ്മം നടക്കുന്ന സമയം ഭക്ഷണം കൊടുക്കുക പ്രത്യേകം പുണ്യമാണ്. കാരണം ഒരു സുന്നത്ത് കർമ്മം നടക്കുന്ന ദിവസം അള്ളാഹു തആല നമുക്കൊരു ആൺകുട്ടിയെ തന്നു. ആൺകുട്ടിയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തനുസരിച്ച് നമുക്ക് സുന്നത്ത് കർമ്മം നടത്താനുള്ള അവസരം അള്ളാഹു തന്നു. അതിന്റെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യുക. ഇങ്ങനെ ഭക്ഷണം നൽകുക എന്നത് പ്രത്യേകം സന്തോഷമുള്ള സമയങ്ങളിൽ പുണ്യമാണ്. ഇതേപോലെ തന്നെ നമ്മളിൽ മരിച്ചുപോയ ആളുകൾ, അവർക്ക് സന്തോഷം നൽകുക, അവർക്ക് സന്തോഷം നൽകാനുള്ള വകുപ്പാണ് അവരുടെ പേരിൽ ഭക്ഷണം നൽകുക എന്നത്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. നബി തങ്ങളാണ് നമുക്ക് ചര്യ പഠിപ്പിക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുക എന്നത് അത് നീതിയാണ്, അത് നേരായ മാർഗമാണ്, അത് കൃത്യമായ വഴിയാണ്. നേരെ മറിച്ച് അവിടുത്തെ സുന്നത്തിനോട് പുറം തിരിഞ്ഞു നിൽക്കുന്നത് വാസ്തവത്തിൽ അക്രമമാണ്. അതുകൊണ്ടാണ് ഇമാം ബൂസരി വലംതു സുന്നത മൻ അഹിയ ളലാമ ഇലാ അനിസ്തഖത് ഖദമാഹു ഖുല്ലുറ മിൻ വറമി, എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ച് കാലിന്റെ മേലെ നീര് കെട്ടി വീർത്തിയ ആ മഹോന്നതരായ നേതാവിന്റെ സുന്നത്തിനോട് ഞാൻ അക്രമം ചെയ്തു. കാരണം ഞാനത് ജീവിതത്തിൽ അതുപോലെ പാലിച്ചില്ലല്ലോ എന്നാണ് ഇമാം ബൂസരി വേവലാതിപ്പെടുന്നത്. നിങ്ങൾ നോക്കൂ, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ഒരു സ്ത്രീയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിക്കാണോ കൂടുതൽ ബഹുമാനം, ഖദീജ ബീവിക്കാണോ ബഹുമാനം എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ടെങ്കിലും ഏകദേശ പണ്ഡിതന്മാരും പറഞ്ഞത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്കാണ് കൂടുതൽ ബഹുമാനമെന്നാണ്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് സന്താനങ്ങളിൽ ഏറ്റവും ബഹുമാനമുള്ളത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഫാത്തിമ ബീവിയുടെ ഉമ്മയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വലിയ ബഹുമാനം പറയാൻ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ചില പണ്ഡിതന്മാർ ഉദ്ധരിച്ചത്. അതാ ജിബ്രീലുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ഫഖാല യാ റസൂലല്ലാഹ്, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഹാദിഹി ഖദീജ ഖദ് അതത് മാഹാ ഇനാഉൻ ഫീഹി ഇദാമുൻ ഔ തആമുൻ ഔ ശറാബ്. അതാ ഖദീജ ബീവി തങ്ങളിലേക്ക് വരുന്നുണ്ട്. ഖദീജ ബീവിയുടെ കയ്യിൽ ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ ഭക്ഷണമുണ്ട്, അല്ലെ വെള്ളമുണ്ട്, അല്ലെങ്കിൽ കറിയുണ്ട്, കൂട്ടാനുണ്ട്. അങ്ങനെ എന്തോ ഒരു ഭക്ഷ്യവസ്തുമായി, തിന്നുന്ന അല്ലെങ്കിൽ കുടിക്കുന്ന വസ്തുവുമായി ഖദീജ ബീവി വരുന്നുണ്ട്. ഒരു റിപ്പോർട്ടിൽ അലിസയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം. ഏതായിരുന്നാലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഖദീജ ബീവിയുടെ പേരെടുത്തുകൊണ്ട് പറയാൻ, ഫൈദാഹിയ അത്തത്തുക, ഖദീജ ബീവി തങ്ങളുടെ സമീപത്ത് വന്നാൽ ഫഖർ അലൈഹിസ്സലാം മിർ റബ്ബിഹാ വമിന്നി, ഓ നബിയെ, ഖദീജ ബീവിക്ക് എന്റെ സലാം പറയണേ, ഖദീജ ബീവിക്ക് എന്റെ സലാം പറയണേ. അത് മാത്രം പോരാ, ആദ്യം പറഞ്ഞു മിർ റബ്ബിഹ, അള്ളാഹുവിന്റെ സലാം പറയണേ. ഖദീജ ബീവിക്ക് അള്ളാഹ് സലാം പറഞ്ഞിരിക്കുന്നു എന്ന് പറയണം. അള്ളാഹു തആല ഖദീജ ബീവിക്ക് സലാം പറഞ്ഞേക്കുകയാണ്. പിന്നെയോ വമിന്നി, ഞാനും സലാം പറയാൻ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അള്ളാഹു തആല കൊടുത്ത ബഹുമാനം, അള്ളാഹു തആല സലാം പറയാൻ. ആ സലാം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയാൻ ബുഖാരിയിൽ ഉള്ള ഹദീസാണ്. എന്റെ ആ ഖദീജ ബീവിയുടെ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള സലാമും
മിന്നീ എന്റെ ഭാഗത്തുള്ള സലാമും ഖദീജ ബീവിക്ക് പറയണേ. വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്നതി മിൻ ഖസബിൻ ലാ സഖബ ഫീഹി വലാ നസബ. ആ ഖദീജ ബീവിക്ക് സ്വർഗത്തിലുള്ള വീട് കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കണേ. ആ സ്വർഗത്തിലുള്ള വീട് നല്ല മുത്തുമണികളെ കൊണ്ടുള്ള, അതേ മുളകൾ വെച്ചതുപോലെ അതാ മുത്തുമണികൾ കൊണ്ട് ഉള്ള വീടാണ്. ആ മുത്തുമണികൾ കൊണ്ടുള്ള വീട് നല്ല മുളകൾ ചാച്ചി വെച്ചതുപോലെ ക്ലിയറായി നേരെ നിൽക്കുന്ന നല്ല കാഴ്ചയുള്ള വീടാണ്. ആ വീട് ഖദീജ ബീവിക്കുണ്ടെന്ന് പറയണേ. ലാ സഖബ ഫീഹി വലാ നസബ. ആ സ്വർഗത്തിൽ ശബ്ദകോലാഹലങ്ങളില്ല, അവിടെ ശബ്ദകോലാഹലങ്ങളില്ല. വലാ നസബ, അവിടെ ഒരു പ്രയാസവുമില്ല. സന്തോഷകരമായ വീട് ഖദീജ ബീവിക്കുണ്ടെന്ന് സന്തോഷം പറയണേ. അതുപോലെ തന്നെ അല്ലാഹുവിങ്കിൽ നിന്നുള്ള സലാം പറയണേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ സലാമും പറയണേ. സുഹൃത്തുക്കളെ, ഡയറക്റ്റ് പറയുന്നില്ല, അതൊരു പ്രത്യേകം പഠിക്കേണ്ടതാണ്. സ്ത്രീകൾക്ക് ഡയറക്റ്റ് സലാം പറയാതെ ഭർത്താവിനോട് സലാം പറയാൻ ആവശ്യപ്പെടുന്നു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതൊരു വലിയ മാന്യതയാണ്. ഖദീജ ബീവി വലിയ മഹതിയായ സ്ത്രീയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയാൻ പറഞ്ഞു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഭർത്താവ് ഉണ്ടല്ലോ, ആ ഭർത്താവിനെ ഒന്ന് ബഹുമാനിച്ചതാണ്. ഭർത്താവ് മുഖേന സലാം പറഞ്ഞേക്കാണ്, ഡയറക്റ്റ് പറയുന്നില്ല. അതിരിക്കട്ടെ, അതവിടെ ഒരു പാഠം നമുക്ക് പഠിക്കാനുണ്ട്. ഏതായിരുന്നാലും ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹു സലാം പറയുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന സലാം പറഞ്ഞേക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് പറഞ്ഞു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് അത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അത് കൈമാറുന്നു. അപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന് അങ്ങോട്ട് സലാം പറയാൻ പറ്റൂലല്ലോ. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം. ബഹുമാനപ്പെട്ട ഖദീജ ബീവി വലിയ വിവരമുള്ള പെണ്ണാണ്, വലിയ ബുദ്ധിയുള്ള പെണ്ണാണ്. അതുകൊണ്ട് തന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹു സുബ്ഹാനഹു വ തആല മിൻഹുസ് സലാം, അവനാണ് സലാം, അവനിൽ നിന്നാണ് സലാം എന്ന് പറഞ്ഞതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് സലാം അലൈഹിസ്സലാം എന്ന് നമ്മൾ സലാം പറഞ്ഞവർക്ക് സലാം മടക്കുന്നത് പോലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് സലാം മടക്കി പറയുന്നു. ഈ കാരണം കൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് പണ്ഡിതന്മാര് പറയുന്നു. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വലിയ സ്ഥാനം കിട്ടാനുള്ള കാരണം എന്താണ്? അത് ഇഖ്റ ബിസ്മി സൂറത്ത് പാറക്കടലിൽ വെച്ച് കഴിഞ്ഞ കൊല്ലം 3 ദിവസം പ്രസംഗിച്ചപ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. അതിന്റെ CD നിങ്ങൾക്ക് ഇവിടെയും കിട്ടും, വാങ്ങി കേൾക്കാം. ഞാനിപ്പോൾ ചുരുക്കി പറയട്ടെ. ആ ബീബി ഖദീജ റളിയല്ലാഹു തആല അൻഹാ മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച സ്ത്രീയാണ്, ആദ്യമായി വിശ്വസിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഇസ്ലാമിന്റെ വീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ വീട് അത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ താമസിച്ച വീടാണ്. കാരണം അല്ലാഹുവിന്റെ റസൂല് ഗാർ ഹിറയിൽ നിന്ന് വഹി കിട്ടിയിട്ട് വന്ന് ആദ്യമായി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോൾ തന്നെ ഖദീജ ബീവി വിശ്വസിക്കുകയാണ്, അംഗീകരിക്കുകയാണ്. ആ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ മഹദിയുടെ വീട് ഇസ്ലാമിലെ ഒന്നാമത്തെ വീടാണ്, ഒന്നാമത്തെ വീടരുമാണത്. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്വത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി തന്നെയാണ് ധാരാളം ചെലവഴിച്ചിട്ടുള്ളത്. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്വത്തുക്കൾ അല്ലാഹുവിന്റെ ദീനിന്റെ ശക്തിക്ക് വേണ്ടി ഉപയോഗപ്പെട്ടതാണ്. അത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മറ്റൊരു മഹത്വമാണ്. അങ്ങനെ തുടങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകൾ തങ്ങന്മാര് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നത്
അത് ഖദീജ ബീബി റളിയല്ലാഹു അൻഹയിൽ ജനിച്ചിട്ടുള്ള മക്കളുടെ പരമ്പരയാണ്. അങ്ങനെ തുടങ്ങി ഖദീജ ബീവിക്ക് ഒരുപാട് ബഹുമാനങ്ങളുണ്ട്. ഖദീജത്തുൽ കുബ്രാ. അല്ലാഹുവേ, ആ മഹദിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഉമ്മമാർ, ഞങ്ങളെ ഭാര്യമാർ, ഞങ്ങളുടെ പെൺകുട്ടികൾ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ, ഞങ്ങളെ സദസ്സിൽ വന്ന ഉമ്മമാർ, ഞങ്ങളെ സദസ്സുകളിൽ വരുന്ന ഉമ്മമാർ, ഞങ്ങളെ സ്ഥാപനങ്ങളെ സ്നേഹിക്കുന്ന ഉമ്മമാർ, അവരെ എല്ലാം ദുന്യാവും ആഖിറവും നീ വിജയിപ്പിക്കണം റഹ്മാനെ. ഇന്ന് നേരം വെളുത്തപ്പോ ഇവിടെ എത്രയോ ആളുകൾ നേർച്ചകളും സദഖകളും കൊണ്ടുവന്നു തന്ന കൂട്ടത്തിൽ എനിക്ക് നേരത്തെ പരിചയമുള്ളൊരു മാന്യ വ്യക്തി, അദ്ദേഹം നേർച്ച കൊണ്ടുവന്നത് സ്വന്തം മകൾ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയി കളഞ്ഞു. ആ പോയ മനുഷ്യനാണെങ്കിലോ അവന്റെ കുടുംബം ഒരു ദീനമുള്ള മനുഷ്യനല്ല. അങ്ങനെ പോയിട്ട് ആ പെണ്ണിന്റെ മനസ്സ് മാറി കിട്ടുന്നില്ലെന്ന് സങ്കടം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ, ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് ആ പെൺകുട്ടിയുടെ മനസ്സ് കുടുംബം ചിന്തിക്കുന്നത് പോലെ ആ പെൺകുട്ടിക്കും കുടുംബത്തിനും ഉപകാരപ്രദമാകുന്ന ഖൈറായ ചിന്ത കൊണ്ട് നീ നിറക്കണം റഹ്മാനേ. ആ പെൺകുട്ടിയുടെ മനസ്സിലുള്ള ദുഷിച്ച വിചാരങ്ങളും വികാരങ്ങളും ഏതെങ്കിലും തെമ്മാടികളുടെ പിന്നാലെ പോകാനുള്ള വ്യഗ്രതകളുമൊക്കെ നീയൊന്ന് നീക്കിക്കൊടുക്കണം റഹ്മാനേ. ബീവി ഖദീജ വലിയ ബറക്കത്തുള്ള പെണ്ണാണ്. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ വഫാത്തായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വല്ലാത്ത സ്നേഹമുള്ള പെണ്ണാണ്. അതുകൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹുവിനുള്ള സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പ്രകടിപ്പിച്ചത്? അങ്ങനെയാണ് നാം മരിച്ചുപോയവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. നമുക്ക് എല്ലാ സുന്നത്തുകളും എല്ലാ ചര്യകളും എല്ലാ മാതൃകകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് നാം പഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് മരണപ്പെട്ടു പോയവരോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത്, അതുപോലെയാണ് നമ്മളും മരണപ്പെട്ടവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എന്താണ്? മാ ഗിർതു അലാ ഖദീജത വമാ റഅയ്തുഹാ മാ ഗിർതു അലാ അഹദിൻ മിൻ നിസാഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഗിർതു അലാ ഖദീജത വമാ റഅയ്തുഹാ. ഖദീജ ബീവി എന്റെ ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഭാര്യയാണല്ലോ. സ്വാഭാവികമായും ഒരു ഭർത്താവിന് വേറെ ഭാര്യ ഉണ്ടാകുമ്പോ എന്നേക്കാൾ സ്നേഹം അപ്പുറത്തായി പോകുന്നുണ്ടോ എന്നൊരു ചിന്ത സ്ത്രീകൾക്കുണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ എനിക്ക് ആ വകയിൽ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹയെ ഞാൻ കണ്ടിട്ടുമില്ല, ഞാനും അവർ കൂടി ജീവിച്ചിട്ടുമില്ല. ഞാൻ വരുന്നതിന് മുമ്പ് എന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി പോയിട്ടുണ്ട്. പക്ഷേ എന്റെ മനസ്സിൽ ഖദീജ ബീവിയോടുള്ള സ്നേഹപ്രകടനം കാണുമ്പോ എന്റെ മനസ്സിനൊരു ചെറിയ പ്രയാസമാണ്. കാരണം വല്ലാത്ത സ്നേഹപ്രകടനമാണ്. വലാകിൻ കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു ദിക്റഹാ. വേറെ ഒരു റിപ്പോർട്ടിൽ കാണാം 3818 നമ്പർ ഹദീസാണത്. ബുഖാരിയിലെ 3817 നമ്പർ ഹദീസിൽ കാണാം, മിൻ കസറത്തി ദിക്രി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാഹാ. മറ്റൊരു ഭാര്യയായ എന്റെ മനസ്സിൽ ഖദീജ ബീവിയോട് ഒരു ഈർഷ്യത വരുന്നതിന് കാരണം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും ഖദീജ ബീവിയെ ധാരാളം അനുസ്മരിക്കുന്നു, ധാരാളം ഖദീജ ബീവിയുടെ ബഹുമാനം പറയുന്നു. അപ്പം മരണപ്പെട്ടു പോയ ഒരു മഹാനോട് അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ടവരോട് നമുക്ക് സ്നേഹമുണ്ടായാൽ ഉസ്താദിനോട്, നേതാവിനോട്, വലിയിനോട്, ബദരീങ്ങളോട്, മുഹൈദ്ദീൻ ശൈഖിനോട്, അമ്പിയാക്കളോട്, ഔലിയാക്കളോട്, അങ്ങനെയുള്ള മഹാന്മാരോട് നമുക്ക് സ്നേഹമുണ്ടായാൽ നാം ആ സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നത് ലോകത്തിന് മാതൃക കാണിച്ചു തരികയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഖദീജ ബീവിയുടെ ബഹുമാനം ധാരാളം പറയുകയാണ്. മഹദിയായ ബീവി പറയാണ്, ആയിഷ ബീവി പറയാണ്, വതസവ്വജനി ബഅദഹാ ബിസലാസി സിനീൻ. അത് കഴിഞ്ഞൊരു 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്നെ വിവാഹം കഴിക്കുന്നത്. ആ നബിതങ്ങളുടെ സ്നേഹപ്രകടനത്തിനിടയിൽ നബിതങ്ങൾ പറയുന്നത് കേട്ട് ആയിഷ ബീവി മനസ്സിലാക്കി പറയാണ്, വഅമറഹു റബ്ബുഹു അസ്സ വജല്ല.
റബ്ബ് സുബ്ഹാനഹു വ തആല നബിയോട് കൽപ്പിച്ചതാണ്. അല്ല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പറഞ്ഞതാണ്. ഔ ജിബ്രീൽ അൻ യുബശ്ശിറഹാ ബിബൈത്തിൻ ഫിൽ ജന്നതി മിൻ ഖസബ്, സ്വർഗ്ഗത്തിലുള്ള വീട് കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ. എന്നിട്ട് ആയിഷ ബീവി അതുകൊണ്ട് നിർത്തുന്നില്ല. അവിടുന്ന് പറയുകയാണ്, മഹദി പറയുകയാണ്, വഇൻ കാന ലയദ്ബഹു ശാത്ത ഫയുഹ്ദി ഫീ ഖലായിലിഹാ മിൻഹാ മാ യസഉഹുന്നാ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, വറുബ്ബമാ ദബഹ ശാത്ത ثم يقطعها عظاً ثم يبعثها في صدائق خديجة. ഞാൻ ഇന്ന് രാവിലെ എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ പേരോട് ആ മുക്കിലുള്ള തേമങ്കണ്ടി പള്ളിയുടെ സമീപത്ത് കുറെ അടുപ്പും ചെമ്പുമൊക്കെ കാണുകയാണ്. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീ തങ്ങളുടെ അനുസ്മരണമായി അവിടുത്തെ ബഹുമാനമുള്ള മൗലിദോതുകയും അവിടുന്ന് ചൊല്ലിയ ദിക്ർ ചൊല്ലുകയും അവിടുത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്നതിന്റെ പുറമെ മഹാനവറുകളെ സ്നേഹിക്കുന്നവർക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ, ഭക്ഷണം പാകം ചെയ്യുകയാണ്. ഞാനവിടെ കാറ് നിർത്തി ഒരു ചെറിയ തുക ഞാനും കൊടുത്തു, എന്നെ കൊണ്ട് കഴിയുന്നൊരു തുക ഞാനും കൊടുത്തു. കാരണം ആ മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങള് ഒരുപാട് കാലം ഇവിടെ ജീവിച്ചിട്ടുണ്ട്. ജീവിച്ച കാലം മുഴുക്കേ അല്ലാഹുവിന്റെ റസൂലിന്റെ ദീന് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ദീനിന്റെ പ്രചരണത്തിന് അധ്വാനിച്ച മഹാന്മാർ, അവരെ അനുസ്മരിക്കണം, അവരെ ഓർമ്മിക്കണം, അവരുടെ ബഹുമാനം പാടണം, പറയണം, അവരുടെ പേരിൽ ഭക്ഷണം കൊടുത്ത് അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണം. അത് നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. അതാണ് ബീവി ആയിഷ പറയുന്നത്, അതാ വഇൻ കാന ലയദ്ബഹു ശാത്ത, നബി തങ്ങൾ ആട്ടിനെ അറുക്കാറുണ്ട് നിശ്ചയം. ഫയുഹ്ദി ഫീ ഖലായിലിഹാ മിൻഹാ മാ യസഉഹുന്നാ. ഖദീജ ബീവിയുടെ സ്നേഹിതകൾക്ക്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ സ്നേഹിക്കുന്നവർക്ക് ആ ആട്ടിന്റെ മാംസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദിയയായി കൊടുത്തേക്കാറുണ്ട്. സുഹൃത്തുക്കളെ, ആണ്ടിന്റെ ചോറ് കൊടുത്തേക്കലില്ലേ? നബിതങ്ങൾ കൊടുത്തേക്കുകയാണ്, മാംസം കൊടുത്തേക്കുകയാണ്. ആ മാംസം നബിതങ്ങൾ നുറുക്കിയെന്നാണ് ബുഖാരിയിലെ ഹദീസിന്റെ ബാഹ്യവശം. കഷ്ണം കഷ്ടമാക്കി നബിതങ്ങൾ തന്നെ നുറുക്കുകയാണ്. ആണ്ടിന്റെ ചോറ് വെക്കുമ്പോ, അതേ നബിദിനത്തിന്റെ ചോറ് വെക്കുമ്പോ അതിനധ്വാനിക്കുന്ന പ്രവർത്തകന്മാരില്ലേ, അതിനോടി നടക്കുന്ന പ്രവർത്തകരില്ലേ? നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തിയവരാണ് കേട്ടോ. അവിടുന്ന് തന്നെ മാംസം കഷ്ണം കഷ്ണമാക്കി നുറുക്കി എന്നാണ് ബുഖാരിയിലെ ഹദീസിലുള്ളത്. അതിന്റെ നേരെ അർത്ഥം അങ്ങനെയാണ്. ഹദീസിൽ പറയുന്നത് അവിടുന്ന് മുറിച്ച് കഷ്ണമാക്കി എന്നാണ്. ഏതായാലും മരണപ്പെട്ടവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ, ഭക്ഷണം വിതരണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, മഹാന്മാരായ സഹാബികള്, അവരെ കൂട്ടത്തിൽ നിന്നൊരാള് മരിച്ചാൽ, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, കാനൂ യസ്തഹിബ്ബൂന അൻ യുത്അമ അനിൽ മയ്യിതി 7 അയ്യാം. 7 ദിവസം മരിച്ച മയ്യിത്തിന്റെ പേരിൽ അവര് ഭക്ഷണം കൊടുത്തിരുന്നു. അത് പുണ്യകർമ്മമായി സഹാബത്ത് മനസ്സിലാക്കുകയും നടപ്പാക്കുകയും ചെയ്തിരുന്നു. 7 ദിവസം മരിച്ച മയ്യിത്തിന്റെ പേരിൽ സഹാബത്ത് ഭക്ഷണം വിതരണം ചെയ്തിരുന്നു. അതിന്റെ കാരണവും ആ ഹദീസിൽ പറയുന്നുണ്ട്. ഇന്നൽ മൗതാ യുഫ്തനൂന ഫീ ഖുബൂരിഹിം 7. 7 ദിവസം മരിച്ച മയ്യിത്തിന് ഖബറിൽ പരീക്ഷണമുണ്ടാകും. ഈ 7 ദിവസവും മയ്യിത്തിന് പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്ന് ഇളവ് കിട്ടാൻ മരിച്ച മയ്യിത്തിന്റെ പേരിൽ 7 ദിവസം ഭക്ഷണം വിതരണം ചെയ്യുന്ന സുന്നത്ത് സഹാബത്ത് നടപ്പാക്കിയിരുന്നു. അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഹബീലിൽ ഫതാബയിൽ ഉദ്ധരിച്ചിട്ട് പറയുന്നു,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികളുടെ കാലം മുതൽക്ക് എന്റെ ഈ കാലം വരെ, അഥവാ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത് ഹിജ്റ 911 അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി 900 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഇമാം സുയൂത്തി വഫാത്താകുന്നത്. ആ ഇമാം സുയൂത്തി രേഖപ്പെടുത്തുകയാണ്, ഈ 900ഓളം കൊല്ലമായി സഹാബത്തിന്റെ കാലം മുതൽ അതാ മക്കയിലും മദീനയിലും സർവലോകത്തും മരിച്ച മയ്യിത്തിന്റെ പേരിൽ 7 ദിവസം ഭക്ഷണം കൊടുക്കുന്ന സുന്നത്ത് നടപ്പാക്കി വരുന്നു. ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ ശാഫിഈ മദ്ഹബിലെ മറ്റൊരു പ്രഗൽഭ പണ്ഡിതനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു 7 ദിവസം മരിച്ച മയ്യിത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്ന സുന്നത്തിനെ സംബന്ധിച്ച് അവിടുത്തെ ഫതാവൽ കുബ്രയിൽ വിവരിച്ചപ്പോൾ, അതേ ഇതിൽ ത്വആമു സദഖത്തുൻ ഫഹിയ തുസന്നു ഇജ്മാഅൻ, ഭക്ഷണം കൊടുക്കുക എന്നതൊരു ധർമ്മമാണ്. അതേ ആ ധർമ്മം ലോകത്തൊരു പണ്ഡിതനും തർക്കമില്ലാത്ത സുന്നത്താണെന്ന് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി ഫതാവൽ കുബ്രയിലും രേഖപ്പെടുത്തുന്നു. ഇനി സുഹൃത്തുക്കളെ, കുറ്റ്യാടിയിലും പരിസരങ്ങളിലുമുള്ള ഉമ്മമാരെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ ബാപ്പ മരിച്ചാൽ, നിങ്ങളെ ഉമ്മ മരിച്ചാൽ, ഭർത്താവ് മരിച്ചാൽ, മക്കള് മരിച്ചാൽ, ബന്ധപ്പെട്ടവര് മരിച്ചാൽ അവരുടെ ഖബറിൽ അവർക്ക് ഇളവ് കിട്ടാൻ വേണ്ടി സഹാബത്ത് നടപ്പാക്കി തന്ന ഭക്ഷണ വിതരണം അത് വേണ്ടെന്നൊരാള് പറഞ്ഞാൽ നിങ്ങളത് സ്വീകരിക്കണ്ട കേട്ടോ. മരിച്ചവർക്ക് കിട്ടുന്ന ഫലങ്ങൾ അവരുടെ സ്വത്തല്ലേ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അവര് വെച്ച തെങ്ങിൽ നിന്നല്ലേ തേങ്ങ പറിക്കുന്നത്. അവരുണ്ടാക്കിയിട്ടുള്ള അതാ പ്ലാവിൽ നിന്നല്ലേ ചക്ക കൊയ്യുന്നത്. അവര് അതാ നട്ട് വളർത്തിയ മാവിൽ നിന്നല്ലേ മാങ്ങ പറിക്കുന്നത്. അവരുണ്ടാക്കി വെച്ചതല്ലേ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അവര് വാങ്ങിവെച്ച പറമ്പിലല്ലേ വീട് നിർമ്മിക്കുന്നത്. അങ്ങനെ അവരോട് വലിയ കടപ്പാടുള്ള നമ്മൾ പറയട്ടെ, മഹാന്മാരായ സഹാബത്ത് മരിച്ചവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്തത് ബുഖാരിയിലുള്ള ഹദീസാണെങ്കിൽ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ സഹാബത്ത് 7 ദിവസം മരിച്ച ദിവസം മുതൽക്ക് അതാ ഭക്ഷണം വിതരണം ചെയ്യുന്നത് സുന്നത്തായി കണക്കാക്കിയെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് 900 കൊല്ലമായി മക്ക മദീനയിൽ നിലനിൽക്കുന്ന സുന്നത്താണെന്ന് ഈ പാവപ്പെട്ട ഞാൻ ജനിക്കുന്നതിന്റെ അതാ 600ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ്, 500ലധികം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇമാം സുയൂത്തി രേഖപ്പെടുത്തുകയാണ്. അതിലൊരു പണ്ഡിതനും തർക്കമില്ലെന്നും ഇമാം ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇനി ഒന്നുകൂടി പറയട്ടെ, നമ്മുടെ നാട്ടിൽ അത് പാടില്ലെന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ചോദിക്കണം, ഇബ്നു തൈമിയ എന്ന ഒരു പണ്ഡിതനില്ലേ? ആ ഇബ്നു തൈമിയെ അംഗീകരിക്കാത്ത ഒരു പുത്തനാശയക്കാരുമില്ലല്ലോ. തബ്ലീഗുകാരൻ അതാ പുത്തനാശയക്കാരനാണ്. ആ തബ്ലീഗുകാരൻ ഇബ്നു തൈമിയെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഇബ്നു തൈമിയുടെ ബഹുമാനം പറയാൻ കിതാബ് തന്നെ രചിച്ചിട്ടുണ്ടല്ലോ തബ്ലീഗിന്റെ ആശയമുള്ളവർ. അതുപോലെ തന്നെ അതാ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയുമൊക്കെ ഒരുപോലെ ബഹുമാനിക്കുന്ന പണ്ഡിതനാണ് ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയുടെ മജ്മൂ' ഫതാവ എന്ന് പറയുന്ന ഗ്രന്ഥം ഇവിടെ കുതുബ്ഖാനയിലുണ്ട്. അതെടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇബ്നു തൈമിയ പറയുന്നു, അമ്മ തസദ്ദുഖു അനിൽ മയ്യിതി ലിമൻ യഖറഉൽ ഖുർആന വഗൈരിഹിം. അമ്മ തസദ്ദുഖു അനിൽ മയ്യിതി, മരിച്ച മയ്യിത്തിന്റെ പേരിൽ ധർമ്മം ചെയ്യുന്നത് ആർക്ക്? ലിമൻ യഖറഉൽ ഖുർആൻ, മയ്യിത്തിന്റെ പേരിൽ ഖുർആൻ ഓതലില്ലേ? മയ്യിത്തിന്റെ പേരിൽ നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ ഖുർആൻ ഓതലില്ലേ? ഖബറിങ്കൽ ഖുർആൻ ഓതലില്ലേ? ദുആ ചെയ്യുമ്പോ ഖുർആൻ ഓതലില്ലേ? ഇബ്നു തൈമിയ പറയുന്നു, ഖുർആൻ ഓതുന്നവർക്കും
ഓതാത്തവർക്കും അതാ മയ്യത്തിന്റെ പേരിൽ ധർമ്മം ചെയ്യുന്നത് യംഫഉഹു ദാലിക, അത് മയ്യത്തിന് ഉപകരിക്കുന്നതാണ്, മയ്യത്തിന് ഫലം കിട്ടുന്നതാണ്. ബിത്തിഫാഖിൽ മുസ്ലിമീൻ, ഒരു മുസ്ലിമിനും ആ വിഷയത്തിൽ തർക്കമില്ല, ഒരു മുസ്ലിമിനും ആ വിഷയത്തിൽ തർക്കമില്ല എന്ന് ഇബ്നു തൈമിയ്യ എല്ലാ പുത്തനാശയക്കാരും ബഹുമാനിക്കുന്ന ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഫതാവയിൽ പറയുന്നു. അതേ ഇബ്നു തൈമിയ്യ തന്നെ അദ്ദേഹന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, ഫതഅളീമു മൗലിദിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വത്തിഖാദുഹു മൗസിമൻ, നബി തങ്ങളുടെ മൗലിദ്, ആ മൗലിദിനെ ആദരിക്കുന്നത്, വത്തിഖാദുഹു മൗസിമൻ, ആ നബി തങ്ങളുടെ ജന്മദിനത്തെ ആഘോഷമായി കൊണ്ടാടിയിട്ട് നല്ല ഭക്ഷണങ്ങളൊക്കെ വിതരണം ചെയ്യുന്നതും, കുട്ടികൾ പാട്ട് പാടുന്നതും, മദ്ഹ് പറയുന്നതും, ബുറുദ ചൊല്ലുന്നതും, ഇങ്ങനെ നമ്മളൊരാഘോഷമായി കൊണ്ടാടുന്നില്ലേ നബി തങ്ങളുടെ ജന്മദിനം? ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ആ പ്രവർത്തനം ഖദ് യഫ്അലുഹു ബഅദുന്നാസ്, പലരും അത് ചെയ്യുകയാണ്. അത് ശരിയാണല്ലോ, എല്ലാവരും എല്ലാ വീട്ടിലും മൗലിദ് കഴിക്കാറില്ല. മൗലിദ് കഴിക്കാൻ ഭാഗ്യമുള്ള ചിലരുണ്ട്, ചിലരതിന് ഭാഗ്യമില്ലാത്തവരുമുണ്ട്. പലരും അത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഫലഹു അജ്റുൻ അളീമുൻ ഇൻദല്ലാഹി ലിഹുസ്നി ഖസ്ദിഹി വതഅദീബിഹി ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കലാണ്, അത് നല്ല നിയ്യത്തോടെ ചെയ്യുന്നതാണ്. അതുകൊണ്ടത് ചെയ്യുന്നവന് പടച്ചവന്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ്. ഇബ്നു തൈമിയ്യ പടച്ചവന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുമെന്ന് അള്ളാന്റെ പേരിൽ ഒരു കള്ളം പറഞ്ഞു എന്ന് പറയാൻ പറ്റുമോ സുഹൃത്തുക്കളെ? അതേ, അപ്പൊ വിവരമുള്ളവരെല്ലാം നബിതങ്ങളുടെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നതും, നബിതങ്ങളുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നതും, മരണപ്പെട്ടുപോയ കുടുംബത്തിന്റെ പേരിലും സൽക്കർമ്മികളുടെ പേരിലും ഭക്ഷണം കൊടുക്കുന്നതും നബിതങ്ങളുടെ സുന്നത്തിനെ പിന്തുടർന്ന് അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക പിന്തുടർന്ന് മരിച്ചവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ, ഭക്ഷണം വിതരണം ചെയ്യാൻ സർവ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു തആല സന്മനസ്സും ഭാഗ്യവും നൽകട്ടെ. അതിനെ വിമർശിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലേക്ക്, സഹാബത്തിന്റെ സുന്നത്തിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹു തആല സൗഭാഗ്യം നൽകട്ടെ. സ്വർഗത്തിലുള്ള ഉന്നതമായ ഭവനം, അതിന് 4 കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്ന് ലോലമായ സംസാരം. സുഹൃത്തുക്കളെ, ഒരാള് ഭക്ഷണം കൊടുക്കുന്നില്ലെങ്കിലോ, മരിച്ചവരുടെ പേരിൽ ഖുർആൻ ഓതുന്നില്ലെങ്കിലോ അവരെ ചീത്ത പറയണ്ട, തെറി പറയണ്ട, നിന്ദിക്കണ്ട. അവർക്കതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കി ലോലമായ ശൈലിയിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളും തെളിവുകളും പണ്ഡിതന്മാരെ ഉദ്ധരണികളും അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഒരു ചെറുപ്പക്കാരനായ ഒരു പ്രസംഗകനെ ഞാൻ ഇങ്ങനെ ഉപദേശിച്ചിരുന്നു. നല്ല തെളിവുകൾ, ഖുർആനിലുള്ള തെളിവുകൾ, ഹദീസിലുള്ള തെളിവുകൾ, മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞ തെളിവുകൾ ജനങ്ങൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ അവര് സുന്നത്ത് ജമാഅത്തിനെ ഉൾക്കൊണ്ടോളും. ആരും നരകത്തിൽ കടക്കണമെന്ന് ആശിക്കൂല, ആരും സ്വർഗം വേണ്ടെന്ന് വെക്കൂല. നമ്മുടെ മുൻഗാമികളായ 1300ഓളം കൊല്ലം കഴിഞ്ഞു പോയവരൊക്കെ കേരളത്തിൽ സുന്നികളല്ലേ സുഹൃത്തുക്കളെ? അപ്പൊ ഈ വലിയ കാലഘട്ടം ജീവിച്ചവരൊക്കെയും സ്വർഗം വേണ്ടെന്ന് വെക്കുമോ? ഇന്നുള്ള പണ്ഡിതന്മാരെക്കാൾ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ കഴിഞ്ഞു പോയത് അക്കാലത്തല്ലേ? ആ പണ്ഡിതന്മാരല്ലേ ഇവിടെ ഇസ്ലാം ദീന് പ്രചരിപ്പിച്ചത്? അവരല്ലേ പഠിപ്പിച്ചത്? അവര് പഠിപ്പിച്ച ദീനല്ലേ ശരിയായ ദീൻ? അതിൽ പിന്നെ കടത്തിക്കൂട്ടല് വേണ്ടല്ലോ, അതിലുള്ളത് മാറ്റം ചെയ്യല് വേണ്ടല്ലോ. അത് നല്ല നിലയ്ക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയല്ലേ വേണ്ടത്. ഈ കുറ്റ്യാടിയിൽ 25 കൊല്ലമായി പ്രത്യേകിച്ചും സിറാജുൽ ഹുദ ആരംഭിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ പ്രഭാഷണം നടത്താൻ തുടങ്ങിയിട്ട് അറിയാമല്ലോ. ആദ്യത്തെ കാലത്ത് നമ്മൾ ഈ പള്ളി നിർമ്മിക്കുന്നതിന് മുമ്പ് 30 ദിവസം 40 ദിവസമൊക്കെ പ്രഭാഷണം നടത്തിയ കാലമുണ്ടായിരുന്നു. ഓരോ വിഷയങ്ങളും സവിസ്തരം നമ്മളന്ന് സംസാരിച്ചിരുന്നു.
അങ്ങനെയല്ലേ ഈ കുറ്റ്യാടിയുടെ പരിസരങ്ങളിലൊക്കെ അൽഹംദുലില്ലാഹ് 11 സ്ഥലങ്ങളിലും പള്ളിയും മദ്രസയും ഒക്കെയായി സുന്നത്ത് ജമാഅത്ത് വളർന്നതും വളർത്തിയതും. സുബ്ഹാനല്ലാഹ്, ഞാൻ അത്ഭുതത്തോടെ ചിന്തിച്ചു പോയി. ഈ കുറ്റ്യാടിയിൽ വന്നിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പ്രചരിപ്പിക്കാൻ മാത്രം ഇവിടെ കൂടിയ പണ്ഡിതന്മാരെ ആക്ഷേപിച്ച് സംസാരിച്ചു ഒരാൾ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ സംസാരിച്ച വ്യക്തിക്കുണ്ടായ പ്രശ്നം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഞാൻ പറഞ്ഞു കൊടുത്തു. ലിമൻ അലാനൽ കലാം, ലോലമായ നിലക്ക് പറഞ്ഞു കൊടുക്കണം. ലോലമായ നിലക്ക്, നല്ല നിലക്ക് പറഞ്ഞു കൊടുക്കണം. നേരെ മറിച്ച് പരിഹസിച്ചുകൊണ്ടല്ല, ആളുകളെ നിസ്സാരപ്പെടുത്തിയിട്ടല്ല, ഇൻസൾട്ടാക്കിയിട്ടല്ല അള്ളാന്റെ ദീന് പ്രചരിപ്പിക്കേണ്ടത്. അപ്പൊ ജനങ്ങളുടെ മനസ്സിലത് കടക്കൂല. ഇത് പറഞ്ഞു കൊടുത്തതിനാൽ ഞാൻ സുന്നത്ത് ജമാഅത്തിന് പുറത്തുപോയി എന്നാണ് പിന്നെ അദ്ദേഹം പ്രസംഗിച്ചു നടന്നത്. അള്ളാഹു അദ്ദേഹത്തിന് സുന്നത്ത് ജമാഅത്ത് പഠിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സുന്നിയല്ലെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. ഷാഫി ഇമാം സുന്നിയല്ലെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. എന്തേ ഷാഫി ഇമാമിനുണ്ടായിരുന്ന തകരാറ് എന്നറിയോ? തങ്ങന്മാരെ വല്ലാതെ സ്നേഹിച്ചതാണ്. തങ്ങന്മാരെ വല്ലാതെ സ്നേഹിച്ചു, വല്ലാതെ ബഹുമാനിച്ചു. അപ്പൊ ചിലര് പറഞ്ഞു ഇമാം ഷാഫി സുന്നിയല്ല. ഇന്നാലില്ലാ, ഷാഫി ഇമാം അപ്പ ചൊല്ലിയൊരു പദ്യമുണ്ട്, ഇൻകാന റഫ്ളൻ ഹുബ്ബു ആലി മുഹമ്മദി ഫല്യശ്ഹദി ഥഖലാനി അന്നി റാഫിളി. റാഫിളത്ത് എന്ന് പറഞ്ഞൊരു പുത്തൻവാദികളുണ്ട്. അവരുടെ വാദമാണ് അള്ളാഹുവിന് കയ്യും കാലും ഉണ്ടെന്ന വാദം. അവരുടെ വാദമാണ് അള്ളാഹു ഒരു സിംഹാസനത്തിലിരിക്കുന്നു എന്ന വാദം. അവരുടെ വാദമാണ് മാസം കണ്ടാൽ നോമ്പെടുത്തൂടാ, പെരുന്നാളാക്കിക്കൂടാ, കണക്ക് നോക്കണമെന്ന വാദം. ഇങ്ങനെയുള്ള ഒരുപാട് വാദങ്ങൾ ഉന്നയിച്ച റാഫിളത്ത് എന്ന് പറയുന്ന കക്ഷികള്, അവരുടെ ഒരു വാദമാണ് ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ നബിതങ്ങൾ ചെയ്ത് കാണിച്ചു തരണമെന്ന വാദം. ഒരു കാര്യം നല്ല കാര്യമാകണമെങ്കിൽ, ഒരു കാര്യം പുണ്യകർമ്മമാകണമെങ്കിൽ അത് നബിതങ്ങൾ ചെയ്ത് കാണിച്ചതായി വേണമെന്നൊരു വാദം. അത് റാഫിളത്തിന്റെ വാദമാണ്. ആ വാദം ഉന്നയിച്ചിരുന്ന റാഫിളത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് പറഞ്ഞു. എന്താണതൊരു കാരണം പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പൂർണ്ണമായി എഴുതി വെച്ചിട്ടുള്ളൊരു മുസ്ഹഫ് നോക്കി റസൂലുള്ള ഖുർആൻ ഓതിയിട്ടില്ല. ഇതുപോലെ സഹാബത്തും റസൂലുള്ളാന്റെ കാലത്ത് അതേ 30 ജുസും ഒന്നായി എഴുതി വെച്ച ഖുർആൻ നോക്കി ഓതിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ഓതിയിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ 2 ചട്ടക്കുള്ളിലായി നബിതങ്ങൾ എഴുതി വെച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുമില്ല, എഴുതി വെച്ചിട്ടുമില്ല. അങ്ങനെ വരുമ്പോൾ ആ ഖുർആൻ 30 ജുസും ഒന്നായി എഴുതി വെക്കാൻ നേതൃത്വം കൊടുത്ത സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് നബിതങ്ങൾ ചെയ്യാത്ത പുണ്യകർമ്മം ചെയ്തതിനാൽ അബൂബക്കർ പിഴച്ചുപോയി. അതിന് നിർദ്ദേശം കൊടുത്ത ഉമർ ഇബ്നുൽ ഖത്താബും ബിദ്അത്ത് ചെയ്ത പുത്തൻ ആചാരക്കാരനായി പോയി, പുത്തൻ ആശയക്കാരനായി പോയി, ബിദ്അത്ത് ചെയ്തവനായി പോയി. അത് പ്രചരിപ്പിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അതിൽ പെട്ടുപോയി. അങ്ങനെ അവരെല്ലാം പിഴച്ചുപോയി എന്ന് വാദിച്ച കക്ഷികളാണ് റാഫിളത്ത്. അതിനവര് പറഞ്ഞ കാരണം ശ്രദ്ധിക്കണേ. അവര് പറഞ്ഞ കാരണം മുഹമ്മദ് നബി ചെയ്യാത്ത ഒരു നല്ല കാര്യം ചെയ്തു, അതുകൊണ്ട് പിഴച്ചുപോയി എന്നാണ്. എന്നാൽ ആ സംശയത്തിന് അന്ത്യനാൾ വരെ തടയിടാനായിരുന്നു ആ പ്രവർത്തനത്തിന് മുതിരുന്ന സമയത്ത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബിനോട് ചോദിച്ചത്, കൈഫ നഫ്അലു മാ ലം യഫ്അൽഹു റസൂലുള്ളാഹി. റസൂലുള്ള ചെയ്യാത്ത ഒരു നല്ല കാര്യം, അല്ലാഹുവിന്റെ റസൂല് ചെയ്യാത്ത ഒരു കാര്യം അല്ലാഹുവിന്റെ ദീനിൽ നമുക്ക് ചെയ്യാമോ ഉമറേ? അതിന് ഉമർ ഇബ്നുൽ ഖത്താബ് സംശയത്തിന് അവകാശമില്ലാത്ത വിധം പറഞ്ഞ മറുപടി, ഇന്ന ഹാദാ ലവല്ലാഹി ഖൈർ. നിശ്ചയം അബൂബക്കറേ, വല്ലാഹി സത്യം, ഇത് നല്ല കാര്യമാണ്. നല്ല കാര്യം ചെയ്യാൻ
ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടുണ്ടല്ലോ. അത് റസൂലുള്ള ചെയ്ത് കാണിക്കണമെന്നില്ല. അള്ളാന്റെ റസൂലിന്റെ ഭാര്യയെ സ്നേഹിച്ചുകൊണ്ട് ഭക്ഷണം കൊടുത്തത് നമ്മൾ കണ്ടു. അള്ളാഹുവിന്റെ റസൂലിന്റെ മകന്റെ പേരിൽ ഭക്ഷണം കൊടുത്തു എന്ന് ഹദീസിൽ ഇല്ലാത്തത് കൊണ്ട് മകന്റെ പേരിൽ ഭക്ഷണം കൊടുത്തുകൂടാ എന്നില്ല. ഭാര്യയുടെ പേരിൽ കൊടുത്തതിൽ നിന്ന് തന്നെ മകന്റെ പേരിലും ബാപ്പന്റെ പേരിലും ഉമ്മന്റെ പേരിലും സ്നേഹിക്കുന്നവരെ മുഴുവനാളെ പേരിലും കൊടുക്കാമെന്ന് കണ്ടെത്താമല്ലോ. ഇതുപോലെ പരിശുദ്ധ ഖുർആൻ ഒന്നിച്ചെഴുതി വെച്ചിട്ടില്ലെങ്കിലും അല്പാൽപമായി നബിതങ്ങൾ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഒന്നിച്ചെഴുതി വെക്കുന്നതും നല്ലത് തന്നെയാണെന്നും ഖുർആൻ സംരക്ഷിക്കേണ്ടതാണെന്നും അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. അങ്ങനെ നല്ല കാര്യമാണെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂല് അതേ നിലയ്ക്ക് ചെയ്ത് കാണിക്കണമെന്നില്ല. നല്ല കാര്യമായാൽ മതി എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ എല്ലാ സഹാബികൾക്കും അത് ബോധ്യപ്പെട്ടതാണ്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, മുൻകാലത്തുള്ള പണ്ഡിതന്മാർക്ക് ബദർ മൗലിദ് ഓതുമ്പോ സംശയമില്ല. കാരണം ഖദീജ ബീവിയുടെ ബഹുമാനം റസൂലുള്ള സ്നേഹപ്രകടനത്തിന് പറഞ്ഞില്ലേ എങ്കിൽ ബദരീങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ബദരീങ്ങളെ ബഹുമാനം നമുക്ക് പറയാമല്ലോ, അവരെ പാടി പുകഴ്ത്താമല്ലോ. ഇങ്ങനെയാണ് ഇമാമിങ്ങൾ മനസ്സിലാക്കിയതും മുൻഗാമികൾ ജീവിതത്തിൽ കൊണ്ടുവന്നതുമെങ്കിൽ അതേ അതിനെ ചോദ്യം ചെയ്ത് മുസ്ലിം സമുദായത്തിൽ അതാ ചിലർ ഭിന്നിപ്പുണ്ടാക്കിയില്ലേ. ആ ഭിന്നിപ്പിന്റെ ആവശ്യം ഇല്ലായിരുന്നു. മുസ്ലിം ജമാഅത്ത്, മുസ്ലിം കൂട്ടായ്മ അത് മുറുകെ പിടിച്ച് ജീവിക്കേണ്ടതായിരുന്നു. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാതൃക പഠിച്ചുകൊണ്ട് തന്നെയാണ് സഹാബത്ത് ചെയ്തതെങ്കിലും അള്ളാഹുവിന് കയ്യും കാലമുണ്ടെന്ന് വാദിക്കുന്ന, അള്ളാഹു തആല സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന് വാദിക്കുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ അംഗീകരിക്കാത്ത, കാരണം നബി തങ്ങളെ നാവ് കൊണ്ട് വ്യക്തമായി പറഞ്ഞതാണ്, നിങ്ങൾ മാസം കണ്ടാൽ നോമ്പെടുക്കണേ, മാസം കണ്ടാൽ പെരുന്നാളാക്കണേ എന്ന് വ്യക്തമായി നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പൂർണ്ണമായും കൈയൊഴിച്ച റാഫിളത്ത് എന്ന് പറയുന്ന പുത്തനാശയക്കാർ, ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ ഫതുഹുൽ ബാരിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അവർ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പിഴച്ചുപോയി എന്ന് പറഞ്ഞു. ആ റാഫിളത്തിൽ പെട്ട ആളാണ് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്ന് തങ്ങന്മാരെ സ്നേഹിച്ചതുകൊണ്ട് ശാഫി ഇമാമിനെ സംബന്ധിച്ച് ഒരാൾ പറഞ്ഞപ്പോ ശാഫി ഇമാം പാടിയതാണ്, ഇൻകാന റഫ്ളൻ ഹുബ്ബു ആലി മുഹമ്മദി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുടുംബത്തെ സ്നേഹിക്കുന്നത് അതേ പുത്തനാശയമാണെങ്കിൽ ഞാനാ പുത്തനാശയക്കാരൻ തന്നെ എന്നെല്ലാരും സാക്ഷിയായിക്കോളൂ. അഥവാ റസൂലുള്ളാഹിന്റെ കുടുംബത്തെ സ്നേഹിക്കൽ പുത്തനാശയമല്ല. ഇതുപോലെ സുഹൃത്തുക്കളെ, നമ്മൾ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ പരിഹാസമില്ലാതെ, സ്വൈപ്പാക്കാതെ, അതാ ക്രൂരമായ വാക്കുകൾ ഉപയോഗിക്കാതെ മയമായ വാക്ക് പറഞ്ഞുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കേണ്ടത് എന്ന് പറയുന്നത് കൊണ്ട് അതാ പറയുന്ന മനുഷ്യൻ സുന്നി അല്ലാതെ ആയിപ്പോയി എന്ന് ആരെന്ത് പറഞ്ഞാലും നമുക്കതൊരു പ്രശ്നമല്ല കേട്ടോ. അത്തരം വാക്കുകളിലേക്ക് ഒരാളും തിരിഞ്ഞു നോക്കേണ്ടതില്ല, നമ്മൾ തിരിഞ്ഞു നോക്കുകയുമില്ല. ഞാൻ എന്റെ ബുറുദയുടെ ശറഹിലേക്ക് തന്നെ പോകട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് പഠിപ്പിച്ച കാര്യമാണ് വാക്കുകൾ ലോലമാക്കണം.
മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്, ഭക്ഷണം കൊടുക്കണം. അത് മനുഷ്യനതാ ബാപ്പ മരിച്ചാലും കൊടുക്കണം, കുട്ടി ജനിച്ചാലും കൊടുക്കണം, കച്ചവടത്തിൽ ലാഭം കിട്ടിയാലും കൊടുക്കണം, നഷ്ടം വരുമ്പോഴും കൊടുക്കണം. എപ്പോഴും സദഖ പുണ്യമാണ്. അത് സ്വർഗത്തിൽ കടക്കുന്നവർക്കുള്ള നയപരിപാടിയാണ്. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞല്ലോ, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സ്വർഗ്ഗം മുത്തഖീങ്ങൾക്ക് തയ്യാറിയപ്പെട്ടതാണ്. അവരുടെ ലക്ഷണം അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ. അവര് സന്തോഷമുള്ള സമയത്തും ചെലവഴിക്കുന്നവരാണ്, ദുഃഖമുള്ള സമയത്തും ചെലവഴിക്കുന്നവരാണ്. വൽകാളിമീനൽ ഗൈള, ദേഷ്യം പ്രകടിപ്പിക്കൂല, ദേഷ്യം വന്നാലും അതങ്ങ് വിഴുങ്ങിക്കളയുന്നവരാണ്. വൽആഫീന അനിന്നാസ്, ചീത്ത പറഞ്ഞാൽ പകരം ചീത്ത പറയൂല, കല്ലെടുത്തെറിഞ്ഞാൽ പകരം കല്ലെടുത്തെറിയൂല, കുറ്റം പറഞ്ഞാൽ പകരം കുറ്റം പറയൂല. വൽആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്. അവർക്കാണ് സ്വർഗം. അതാണ് ശരിയായ മുത്തഖീങ്ങൾ. മുത്തഖീങ്ങളുടെ സ്വഭാവമാണത്. വൽആഫീന അനിന്നാസ്, അല്ലാഹു തആല അത്തരക്കാരെയാണ് സ്നേഹിക്കുന്നത്, അവരെയാണ് അല്ലാഹു തആല അംഗീകരിക്കുന്നത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭക്ഷണം കൊടുക്കുക എന്നത് വലിയ ഒരു സംഭവമാണ്. ബഹുമാനപ്പെട്ട ഖദീജ ബീബി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസിൽ അതാ ഇമാം നസായിയുടെ റിപ്പോർട്ടിൽ കാണാം, മിൻ കസ്റത്തി ദിക്രിഹി ഇയ്യാഹാ വസനാഇഹി അലൈഹാ. ഖദീജ ബീവിയെ അനുസ്മരിക്കുകയും ഖദീജയുടെ ബഹുമാനം ധാരാളം പുകഴ്ത്തി പറയുകയും ചെയ്യുകയായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടുകൂടിയാണ് ആട്ടിനറുത്ത് മാംസം വിതരണം ചെയ്തു എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളെ ഉമ്മവാപ്പാരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അവരെ ഗുണങ്ങളൊക്കെ നമ്മൾ പറയണം. നമ്മൾ ബദരീങ്ങളെ സ്നേഹിക്കുമ്പോൾ അവരുടെ ഗുണങ്ങൾ പറയണം. അതിന്റെ പുറമെ അവരുടെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യണം. അത് നബി സല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനോട് അക്രമം ചെയ്യാൻ പാടില്ല. നബി തങ്ങൾ ഒരുപാട് പട്ടിണി കിടന്ന് ജീവിച്ചവരാണ്, ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിച്ചവരാണ്. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞു, ഖൈറുക്കും ഖർനീ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. അതേ, ഏറ്റവും നല്ല നൂറ്റാണ്ടുകാർ എന്റെ നൂറ്റാണ്ടുകാരാണ്. ആ സഹാബത്താണ് 7 ദിവസം ഭക്ഷണം കൊടുത്തത്. ആ സഹാബത്ത് തന്നെയാണ് ഖബറിങ്കൽ വെച്ച് ഖുർആൻ ഓതിയിട്ടുള്ളത്. ഇമാം സിയൂത്തി ശറഹ് സുദൂറിൽ അൻസാരികളായ സഹാബത്ത് ഖബറിന്റെ സമീപത്ത് ആള് മാറി മാറി നിന്ന് ഖുർആൻ ഓതി എന്ന് രേഖപ്പെടുത്തിയത് കാണാം. അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോലുള്ള സഹാബികള് ഖബറിന്റെ സമീപത്ത് നിന്ന് ഖുർആൻ ഓതാൻ, അൽ ബഖറ സൂറത്തിന്റെ ആദ്യവും അവസാനവും ഒക്കെ ഓതാൻ നിർദ്ദേശിച്ചതായി കാണാം. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഇമാം നവവി റളിയല്ലാഹു അൻഹു എടുത്തേ ശറഹുൽ മുഹദ്ദബിൽ പറഞ്ഞത് കാണാം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖബറിനടുക്കൽ ഖുർആൻ ഓതൽ സുന്നത്താണ്, മയ്യിത്തിനടുക്കലും ഖുർആൻ ഓതൽ സുന്നത്താണ്. പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. ഖുർആൻ നമ്മൾ മയ്യത്തിന്റെ പേരിൽ ഓതിയാൽ ആ മയ്യത്തിന് ആ ഓതിയതിന്റെ പ്രതിഫലം തന്നെ കിട്ടുമോ? ഓതിയതിന്റെ പ്രതിഫലം തന്നെ കിട്ടുമോ? അല്ലെങ്കിൽ ഓതിയതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുകയും അവർക്ക് ഫലം കിട്ടുകയുമാണോ? അത് വേഗം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഈ മൈക്ക് സെറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ പ്രതിഫലം ആർക്കാണ്? നമ്മൾ എം എസ് അബ്ദുള്ള ഹാജിക്കാണ്. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. എം എസ് അബ്ദുള്ള ഹാജിക്കാണ് ഇതിന്റെ പ്രതിഫലം. കാരണം അദ്ദേഹത്തിൻ്റെതാണിത്. അതേസമയം ഇതിന്റെ ഫലം ആർക്കാ? ഇതിന്റെ ഫലം എനിക്കും നിങ്ങൾക്കാ. പ്രതിഫലം അയാൾക്കാ. പ്രതിഫലം അയാൾക്ക്, ഫലം നമുക്ക്. ഏതുപോലെ നമ്മളൊരു മയ്യത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചാൽ മയ്യത്ത് നിസ്കരിച്ച പണി, ആ പണിയുടെ പ്രതിഫലം നിസ്കരിച്ച നമ്മക്കാ. ഫലം മയ്യത്തിനാ. മയ്യത്തിന് ഫലം കിട്ടും, നമുക്ക് പ്രതിഫലവും കിട്ടും. ഇതാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞുവെന്ന് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മരിച്ച മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതിയാൽ മയ്യത്തിന് ഫലം കിട്ടൂല, സദഖ ചെയ്ത ഫലം കിട്ടൂല എന്ന് പറഞ്ഞത് സുന്നത്തിനോടുള്ള അക്രമം മാത്രമല്ല, അള്ളാന്റെ ദീനിനോടുള്ള അക്രമം മാത്രമല്ല, മരിച്ചവരോടുള്ള അക്രമമായി പോയി കേട്ടോ. മരിച്ചാ പിന്നെ ആരെയും ആക്രമിക്കരുതല്ലോ, ജീവിച്ചിരിക്കുമ്പോഴും ആക്രമിക്കരുത്. മരിച്ചവരോടുള്ളൊരു വല്ലാത്ത അക്രമമായി പോയി ആ ആശയം.
മരിച്ചവരുടെ പേരിൽ സദഖ ചെയ്താലും, അവരുടെ പേരിൽ ഖുർആൻ ഓതിയാലും, അവരുടെ പേരിൽ ദിക്ർ ചൊല്ലിയാലും ഫലം കിട്ടൂല എന്ന് പറയുന്ന ആശയം അത് മരിച്ചവരോടുള്ള വല്ലാത്ത അക്രമമായി പോയി കേട്ടോ. ഒരു പണ്ഡിതനും അതിനെ പിന്തുണക്കൂല. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ്യയോട് 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ മരിച്ചവരുടെ പേരിൽ ചൊല്ലുന്നതിന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു 70,000 ചൊല്ലിയാലും, അതിൽ കുറച്ച് ചൊല്ലിയാലും, അതിൽ കൂടുതൽ ചൊല്ലിയാലും ചൊല്ലുന്നതിന്റെ ഒക്കെ ഫലം മയ്യിത്തിന് കിട്ടുന്നതാണ്. സുഹൃത്തുക്കളെ, വിവരമുള്ള ഒരാളും മയ്യിത്തിന്റെ പേരിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ ചോദ്യം ചെയ്യൂല കേട്ടോ. എങ്ങനെ ചോദ്യം ചെയ്യാനാണ്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരിച്ചുപോയവർക്ക് വേണ്ടി അവരെ പേരിൽ ഹജ്ജ് ചെയ്യാൻ പറഞ്ഞില്ലേ, നോമ്പെടുക്കാൻ പറഞ്ഞില്ലേ? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരുടെ പേരിൽ ഉദ്ഹിയ്യത്ത് അറുത്തില്ലേ? അതൊക്കെ ബുഖാരിയിൽ തന്നെ ഹദീസ് ഉള്ളതല്ലേ? അപ്പൊ മരിച്ചവരുടെ പേരിൽ അതാ ഒന്നും ചെയ്തുകൂടാ എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്തിനോടുള്ള അക്രമമാണ് കേട്ടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയെ ആക്രമിക്കുന്നത് വലിയ തെറ്റാണ് കേട്ടോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ആരെയാണ്? ഖൈറുക്കും, നിങ്ങളിൽ ഉത്തമന്മാർ എന്റെ നൂറ്റാണ്ടിലുള്ളവരാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരോട് തൊട്ടടുത്ത നൂറ്റാണ്ടിലുള്ളവരാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരോട് തൊട്ട നൂറ്റാണ്ടിലുള്ളവരാണ്. ആ 3 നൂറ്റാണ്ടിൽ ലോകത്തൊരൊറ്റ പള്ളിയിലും ഓ സഹോദരന്മാരെ അറബിയിലല്ലാത്ത ഒരു ഖുതുബ നടന്നിട്ടില്ല കേട്ടോ. എന്നല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ തൊട്ട 3 നൂറ്റാണ്ടിൽ മാത്രമല്ല, ഹിജ്റ 1300 വരെ ലോകത്ത് ഒരു പള്ളിയിലും അറബിയിലല്ലാതെ ഒരു ജുമാ ഖുതുബ നടന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉറുദുവിലോ ജുമയുടെ ഖുതുബ നിർവഹിക്കുന്നവര് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ വല്ലാതെ ആക്രമിച്ചവരാണ് കേട്ടോ. റസൂലുള്ളാഹിന്റെ ചര്യ ഏത് ഭാഷയിലാണോ ഖുതുബ ഓതിയത് അതേ ഭാഷയിൽ ജുമാ നിസ്കരിക്കലാണ്. ജുമാ നിസ്കരിച്ച ഭാഷയിൽ ഖുതുബ ഓതലാണ്. അതേ ഭാഷയിൽ ബാങ്ക് വിളിക്കലാണ്. അതേ ഭാഷയിൽ ദിക്റും സലാത്തുമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ ആക്രമിക്കുന്ന ആളുകൾ, അവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടിട്ട് ആഖിറത്തിലെത്തിയിട്ട് കൈകടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ മുഹദ്ദബിൽ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതുന്ന പള്ളിയിലെ ജുമാ ബാത്തിലാണ്, ആ ജുമാ സഹീഹല്ല എന്ന് പറഞ്ഞതിന് ശേഷം അതിന് തെളിവായി സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ചു, സല്ലൂ കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയത് അതുപോലെ നിസ്കരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വകാന യഖ്തുബു ബിൽ അറബിയ്യ, അറബി ഭാഷയിൽ ഖുതുബ ഓതി അറബിയിലാണ് റസൂലുള്ളാഹി ജുമാ നിസ്കരിച്ചത്. അതുകൊണ്ട് അങ്ങനെയല്ലാതെ ജുമാ നിസ്കരിക്കുന്നത് കൊണ്ട് നിസ്കാരം ബാത്തിലാണെന്ന് ഇമാം നവവി. ഈ പാവപ്പെട്ട ഞാൻ ജനിക്കുന്നതിന്റെ 800ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ശറഹുൽ മുഹദ്ദബ് അടക്കമുള്ള കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്, സർവ പണ്ഡിതന്മാരും രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. അതാ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന ഒരു കൂട്ടര് കണ്ടാൽ അവര് തലപ്പാവ് ധരിക്കുന്നവരാണ്. അപ്പോൾ അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തെടുക്കുന്നവരാണ് എന്ന് നമുക്ക് തോന്നും. കാരണം തലപ്പാവ് ധരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്താണ്, സംശയമില്ല. മുസ്ലിമുള്ള ഹദീസാണ്, അല്ലാഹുവിന്റെ റസൂല് തലയെക്കെട്ട് കെട്ടിയിരുന്നു. ആ തലയെക്കെട്ട് ഒതുവെടുക്കുന്ന സമയത്ത് അല്പം പൊക്കിയതിന് ശേഷം ഫർളിന്റെ ഭാഗം തലയിൽ നിന്ന് തടകിയിട്ട് ബാക്കി തലപ്പാവിന്റെ മേലെ തടകി പൂർത്തിയാക്കുകയായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. സുഹൃത്തുക്കളെ, നിങ്ങൾ ശരിക്കാലോചിക്കണേ. ജുമാ നിസ്കരിക്കുമ്പോഴും ഖുതുബ ഓതുമ്പോൾ പോലും തലപ്പാവ് ധരിക്കാത്തവരില്ലേ? നിക്കാഹ് നടത്തുമ്പോൾ തലപ്പാവ് ധരിക്കാത്തവരില്ലേ? ഖിയാദ മരണം വരെ പോരാ, ഖിയാമത്ത് നാൾ വരെ പിന്തുടരേണ്ടുന്ന ഒരു
സന്താന പരമ്പരയ്ക്ക് തുടക്കം കുറിക്കേണ്ടുന്ന കർമ്മമല്ലേ നിക്കാഹ്? ആ നിക്കാഹിന്റെ വാചകം പറഞ്ഞു കൊടുക്കുന്ന വ്യക്തി അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനോട് അക്രമം ചെയ്തവനാകുമ്പോ അദ്ദേഹം ആ വാചകം പറഞ്ഞു തരുന്നത് ഇഷ്ടപ്പെടാൻ കഴിയോ? സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ wuduവെടുക്കുമ്പോൾ പോലും തലപ്പാവ് ധരിച്ചിരുന്നു എന്നത് മുസ്ലിമിന്റെ ഹദീസാണ്. അപ്പൊ തലപ്പാവ് ധരിക്കൽ ഒരു വലിയ പുണ്യകർമ്മവും ഒരു റസൂലുള്ളാഹിന്റെ സുന്നത്തുമാണ്. എന്നാൽ ആ സുന്നത്ത് എടുക്കുന്നവരാണ് തബ്ലീഗ് ജമാഅത്തുകാര്. അപ്പൊ ചിലർക്ക് തോന്നും അവർ സുന്നത്തൊക്കെ എടുക്കുന്നവരാണെന്ന്. അതേ, ഞാൻ പറയട്ടെ, തലശ്ശേരി ടൗണില് സ്റ്റേഡിയം പള്ളി എന്നൊരു പള്ളിയുണ്ട്. ആ പള്ളി നടത്തുന്നത് തബ്ലീഗ് ജമാഅത്തുകാരാണ്. അവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ ആക്രമിച്ചുകൊണ്ട് മലയാളത്തിലുള്ള ഖുതുബയും അവിടെ പങ്കെടുക്കുന്ന ആയിരങ്ങളെ ജുമുഅ ബാത്തിലാക്കുകയുമാണ്. അതുകൊണ്ട് തബ്ലീഗ് ജമാഅത്ത് സുന്നി ആശയമാണെന്ന് ഒരാണോ പെണ്ണോ തെറ്റിദ്ധരിച്ചിട്ട് ഖിയാമത്ത് നാളിൽ വരുമ്പോ ഞങ്ങൾ വയലിന് പോയി ഇങ്ങനെ ഇരുന്ന് കൊടുത്തിരുന്നു. ഞങ്ങൾക്ക് വീട്ടിൽ പല പണിയും ഉണ്ടായിരുന്നു, കച്ചവടമുണ്ടായിരുന്നു, തൊഴിലുണ്ടായിരുന്നു, ക്ഷീണമുണ്ടായിരുന്നു. എന്റെ പേരോട് ഉസ്താദ് അതൊന്നും പറഞ്ഞു തന്നിട്ടില്ല എന്ന് പടച്ചവന്റെ കോടതിയിൽ വെച്ച് പറയണ്ട. അതുകൊണ്ട് ഞാൻ എന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി പറയുകയാണ്. തബ്ലീഗ് ജമാഅത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യക്കെതിരാണ് കേട്ടോ. ഇനിയും 100 പറയാനുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനോടുള്ള ഏറ്റവും വലിയ അക്രമം ആ സുന്നത്തിനെ തകിടം മറിക്കലാണ്. ആ സുന്നത്തിന് വിരുദ്ധമായി ചെയ്യല് മാത്രമല്ല, ആ സുന്നത്തിനെ തകിടം മറിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ റസൂലുള്ളാഹിന്റെ ചര്യയിൽ നിന്ന് മാറ്റിക്കളയലാണ്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഭാഷ ഇബാദത്തിന് മാറ്റിയിട്ടും, അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ്റാണ്ട് 3 നൂറ്റാണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ? ആ 3 നൂറ്റാണ്ടിലാണ് സഹാബികള്, ആ 3 നൂറ്റാണ്ടിലാണ് 4 മദ്ഹബിന്റെ ഇമാമിങ്ങള്, ആ 3 നൂറ്റാണ്ടിലാണ് വലിയ വലിയ ഇമാമിങ്ങളും മഹാന്മാരും ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ ഉസ്താദുമാരൊക്കെ ജീവിച്ചത്. ആ 3 നൂറ്റാണ്ടിലാണ്. ആ 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാർ അവര് പഠിപ്പിച്ചതിന് വിരുദ്ധമായി ഏത് പ്രവൃത്തി പറയുന്നവനും ചെയ്യുന്നവനും, അതേ അതിന് പ്രചോദനം നൽകുന്നവനും അള്ളാന്റെ റസൂലിന്റെ ചര്യയെ ആക്രമിക്കുന്നവനാണ് കേട്ടോ. അതാ സുന്നത്ത് കൈയൊഴിക്കുന്നത് തന്നെ അക്രമം. ആ സുന്നത്തിനെ അട്ടിമറിക്കുന്ന കൈ അതാ അക്രമം പറയണോ? ഇവിടെ ഞാൻ എന്റെ ഉമ്മമാരോട് ഒരു കാര്യം കൂടി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് റസൂലുള്ളാഹിന്റെ സുന്നത്ത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈർ. സഹീഹായ ഹദീസ് അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നു, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈർ, വീട്ടിൽ വെച്ച് നിസ്കരിച്ചാലാണ് പ്രതിഫലം എന്ന് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ അതിന് നേരെ വിപരീതമായി അതാ വീടല്ല ഖൈർ പള്ളിയാണെന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെ ആക്രമിച്ചവൻ തന്നെ. അവന് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടൂല കേട്ടോ, അവിടുത്തെ കയ്യിൽ വെള്ളം കിട്ടൂല കേട്ടോ. അതുകൊണ്ട് ഉമ്മമാരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. അത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ് അവിടുന്ന് നടപ്പാക്കിയത്. അതാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിമാർ, ഭാര്യമാർ, നബി തങ്ങളുടെ പെൺകുട്ടികൾ ആരും ഒരു ജുമഅക്കും ഒരു ജമാഅത്തിനും പള്ളിയിലേക്ക് പുറപ്പെട്ടു പോയതായി ഞാൻ കാണുന്നില്ല. ശാഫി ഇമാം റളിയല്ലാഹു പറഞ്ഞു, വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫളലുൻ, എന്തെങ്കിലും ഒരു പുണ്യം പള്ളിയിൽ പോയി ജുമഅത്ത് നിസ്കരിക്കുന്നതിനുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യാൻ ഭാര്യമാരോട് പറയുമായിരുന്നു, പെൺകുട്ടികളോട് പറയുമായിരുന്നു, സഹാബത്ത് അതിനു വേണ്ടി കൽപ്പിക്കുമായിരുന്നു. അതുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരു പുണ്യവും പള്ളിയിൽ പോയി ചെയ്യുന്നതിനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വബയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് നിസ്കരിക്കാൻ അവിടെ വീടാണ് ഖൈർ എന്നാണ്. അപ്പം വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ സ്ത്രീകൾ വീട്ടിൽ വെച്ച് നിസ്കരിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയാണ്. അതല്ല എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിനെ അട്ടിമറിക്കലാണ്.
അതുകൊണ്ട് തന്നെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. അതാണ് ഈ ഇമാം ബൂസരി തങ്ങളുടെ ഈ വാചകം വിശദീകരിക്കുമ്പോ റവൽ ഖാദി ഫി ശിഫാഇ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅദ്ദു അലൈഹാ ബിന്നവാജിദ് വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ വലാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഒരു വഅദ് പറഞ്ഞപ്പോൾ ആ വഅദ് കേട്ട സഹാബത്ത് നബി തങ്ങളോട് അങ്ങ് പറഞ്ഞു, നബിയെ, ഇന്നത്തെ വഅദ് വല്ലാത്ത വഅദാണല്ലോ, പലരും കരഞ്ഞു പോയല്ലോ. തങ്ങളൊരു യാത്ര പറയുന്ന നിലക്കുള്ള സംസാരമാണല്ലോ, ഞങ്ങളെ മനസ്സ് പിടച്ചു പോയല്ലോ. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സീക്കും ബിത്തഖ്വല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് ഭക്തി പ്രകടിപ്പിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വസിയ്യത്ത് പറയുകയാണ്. നിങ്ങൾ ഭരണാധികാരികളെ അനുസരിക്കണമെന്നും ഞാൻ വസിയ്യത്ത് പറയുകയാണ്. നിങ്ങൾ തീവ്രവാദികളാകരുത്, ഭീകരവാദികളാകരുത്, വർഗീയവാദികളാകരുത്. വൈങ്കാന അബ്ദൻ ഹബസിയാ, ഭരണം നടത്തുന്ന വ്യക്തി അബ്സീനിയക്കാരനായ അടിമയായാലും നിങ്ങൾ ഭരണാധികാരിയെ അംഗീകരിക്കണേ, പണ്ഡിതന്മാരെ അനുസരിക്കണേ. ഫഇന്നഹു മൻ യഅ്ശ് മിൻകും ബഅദീ ഫസയറ ഇഖ്തിലാഫൻ കസീറാ. നിങ്ങൾ എന്റെ കാലശേഷം പിന്നെയും ജീവിക്കുന്നുവെങ്കിൽ പല ഭിന്നാഭിപ്രായങ്ങളും നിങ്ങൾ കാണും. ഫഅലൈക്കും ബിസുന്നതി, അപ്പോൾ എന്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണേ. അവിടുത്തെ ചര്യയാ ഞാൻ പറഞ്ഞത്. മരണപ്പെട്ടവരെ സ്നേഹിക്കുമ്പോൾ അവരെ പേരിൽ ഭക്ഷണം കൊടുക്കുക, അവരെ മദ്ഹുകൾ പറയുക, അവരെ പുകഴ്ത്തി പറയുക, പുകഴ്ത്തി പാടുക. അതുപോലെ അവിടുത്തെ ചര്യയാണ് പുരുഷന്മാര് തലപ്പാവ് ധരിക്കുക. അതേ, പ്രത്യേകിച്ചും പണ്ഡിതന്മാര്, നേതാക്കൾ തലപ്പാവ് ധരിക്കുക. ഇതുപോലെ അവിടുത്തെ സുന്നത്താണ്. അതേ, അറബിയിൽ തന്നെ ഖുതുബയും ബാങ്കും നിസ്കാരവും ഒക്കെ നിർവഹിക്കുക അവിടുന്ന് പഠിപ്പിച്ച സുന്നത്താണ്. അവിടുത്തെ ഭാര്യമാരെയും മക്കളെയും എല്ലാവരെയും പഠിപ്പിച്ച സുന്നത്താണ്. വീട്ടിൽ നിന്ന് സ്ത്രീകൾ നിസ്കരിക്കുക. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, സന്മാർഗം പ്രാപിച്ച സച്ചരിതരായ ഖുലഫാഉർ റാഷിദീൻ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും തുടങ്ങിയ മഹാന്മാർ, അവര് നടപ്പാക്കിയത് നടപ്പാക്കുക. അവരല്ലേ ജുമുഅക്ക് 2 ബാങ്ക് നടപ്പാക്കിയത്, അവരല്ലേ തറാവീഹ് 20 നടപ്പാക്കിയത്. അത് നിങ്ങൾ മുറുകെ പിടിക്കണേ. തമസ്സകൂ ബിഹാ, അത് മുറുകെ പിടിക്കണേ. വഅല്ലു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണേ. വഇയ്യാകും, നിങ്ങളെ സൂക്ഷിക്കണേ. വമുഹ്ദസാത്തിൽ ഉമൂർ, പുതിയ പരിപാടികൾ സൂക്ഷിക്കണേ. ബുർദക്ക് പകരം നാടകം, ഡാൻസ്, പുതിയ പരിപാടികൾ. പിന്നെയോ പരിഹാസം, കളിയാക്കല്, ചീത്ത പറയല്, തെറി പറയല്, പുതിയ പുതിയ പരിപാടികൾ. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ എന്തെല്ലാം പുതിയ പരിപാടിയാ. വാട്സപ്പ്, ഫേസ്ബുക്ക്, അതിലൊക്കെ നല്ലത് ചെയ്താൽ കുഴപ്പമില്ല, നല്ലത് ചെയ്താൽ നല്ല തന്നെ. അതിന് പകരം പ്രേമം, അതിനുവേണ്ടി സോഷ്യൽ മാധ്യമങ്ങൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങൾ ഉപയോഗിക്കും. വികാരങ്ങൾ ഇളക്കിവിടുന്ന ഗാനങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ മനുഷ്യനെ തെറ്റായതിലേക്ക് നയിക്കുന്ന വേദികൾ ഉണ്ടാകുന്നു. തെറ്റുകൾ പലതും സംഭവിക്കുന്നു. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, അറബിയിൽ ഖുത്ബ മലയാളമാക്കിയാൽ അത് പുതിയതാണ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്തിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല. തറാവീഹ് 20 ഉള്ളത് 8 ആക്കിയാൽ അത് പുതിയതാണ്, അത് അനാചാരമാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, അത്തരം അനാചാരങ്ങൾ മുഴുവനും പിഴവാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമൻ ഇബ്തദഅ ബിദ്അതൻ ളലാലതൻ, വല്ലവനും പിഴച്ച അനാചാരം അനാചാരമാക്കി ഉണ്ടാക്കിയാൽ ലാ യർദാഹു അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും അത് തൃപ്തിപ്പെടുന്നില്ല. കാരണം റസൂലുള്ള പഠിപ്പിച്ചതിനെതിരാണ്,
അള്ളാന്റെ റസൂല് പഠിപ്പിച്ച സ്ത്രീകളോട് വീട്ടിൽ നിന്ന് നിസ്കരിക്കാനാണ്. അതിന് പകരം പള്ളിയിൽ പോണോന്ന് പറഞ്ഞാൽ കാന അലൈഹി മിനൽ ഇസ്മി, അത് പറഞ്ഞവൻ അതിന്റെ തെറ്റുണ്ട്. പോരാ മിസ്ല ആസാമി മിൻ അമില ബിഹാ ലാ യൻഖുസു മിൻ ഔസാരിഹിം ശൈആ. ആ ആശയം കൊണ്ടുവന്നവൻ പറഞ്ഞതനുസരിച്ച് ആരൊക്കെ പുതിയ ആശയത്തിൽ പെട്ടുപോയോ അവരുടെ ഒക്കെ തെറ്റ് ആ ആശയം കൊണ്ടുവന്നവനുണ്ട്. സുഹൃത്തുക്കളെ, പിന്തുടരേണ്ടത് ആദ്യത്തെ 3 നൂറ്റാണ്ടിലെ ജനങ്ങളെയാണ് എന്ന് പറഞ്ഞിട്ട് നബിതങ്ങൾ പറയുന്നു. ഖാല ഇമ്രാൻ ഫമാ അദ്രി ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദ ഖൗലിഹി മർറത്തൈനി ഔ സലാസൻ, 2 or 3 തവണ എന്നോടടുത്തവർ എന്ന് 2 തവണയോ 3 തവണയോ പറഞ്ഞിട്ട് തങ്ങൾ പറയാണ് ബുഖാരിയിലെ ഹദീസാണ്. പിന്നീട് ചില ജനങ്ങൾ വരും. ആദ്യത്തെ 3 നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം ചില ജനങ്ങൾ വരും. യസ്ഹദൂന, അവർ സാക്ഷി പറയാൻ വരും. വലാ യുസ്തസൂൻ, അവരാരും സാക്ഷിക്ക് വിളിച്ചിട്ടില്ല. അവർ സാക്ഷി പറയാൻ വരികയാണ്. ഇസ്ലാം ഇങ്ങനെയാണ് എന്ന് അവർ പറയാണ്. അവരെ വാസ്തവത്തിൽ അത് പറയാൻ വിളിച്ചിട്ടില്ല. മഹാന്മാര് നടന്ന പോലെ നടന്നാ മതിയായിരുന്നു. വയഖൂനൂൻ, ആവശ്യമില്ലാതെ സാക്ഷി പറയാൻ വരികയാണ്. വയഖൂനൂൻ, അവര് ജനങ്ങളെ ചതിക്കുകയാണ്. വലായുത്തമനൂൻ, അവരെ വിശ്വസിക്കപ്പെടാൻ പറ്റുന്നില്ല. വയന്നുറൂൻ, അവര് നേർച്ചയാക്കുകയാണ്. വലായഫൂൻ, നേർച്ച അവര് വീട്ടുന്നില്ല. വയൽഹറു ഫീമസ്സിമനു, അവരിൽ അതാ കൊഴുപ്പും കൊളസ്ട്രോളും ഒക്കെ അതാ വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. വല്ലാത്തൊരു ഹദീസാണത്. സുബ്ഹാനല്ലാഹ്, ഏകദേശം കൊളസ്ട്രോളാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പിൽക്കാലത്ത് കുറെ ആളുകൾ വരും. അവർ സാക്ഷിക്ക് പറയാണ്ട് തന്നെ സാക്ഷി പറയാൻ നടക്കും. പിന്നെയോ അവർ ചതിക്കും. സുബ്ഹാനല്ലാഹ്, നേതാവിനെ ചതിക്കുന്ന അനുയായികൾ. ഒരാളെ ടെലിഫോൺ ചെയ്യുക, എന്നിട്ട് അയാളോട് നല്ല ലോകിയത്തിൽ സംസാരിക്കുക, എന്നിട്ട് അത് പിടിച്ചെടുക്കുക, എന്നിട്ട് അപ്പുറം മുറിക്കുക ഇപ്പുറം മുറിക്കുക, എന്നിട്ട് മദ്യത്തുനിന്ന് കളിപ്പ് കേൾപ്പിക്കുക. ചതിയന്മാര് ഖിയാമത്ത് നാളിലുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വയഖൂലൂന, ഈ സംസാരിക്കുന്ന സാധു മനുഷ്യൻ അയാളുണ്ടോ ഇത് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു, അതിന്റെ അപ്പുറം ഇപ്പുറമുള്ളതെന്ന് പിന്നെ കേൾപ്പിച്ചു കൊടുക്കണേ. അയാളും ടൈപ്പ് ചെയ്ത് വെക്കണ്ടേ? അയാൾ ഇത് ടൈപ്പ് വെച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇയാൾ ഇത് റെക്കോർഡാക്കുന്നില്ല എന്ന് ഉറപ്പുള്ള റെക്കോർഡാക്കുക, എന്നിട്ട് അതിന്റെ അപ്പുറം ഇപ്പുറം മുറിച്ചിട്ട് കേൾപ്പിച്ചിട്ട് ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കുക. ഇങ്ങനത്തെ ഒരു കൂട്ടർ വരും. യഖൂനൂന, ചതിക്കുന്നവർ വരും. വലായുത്തമനൂൽ, വിശ്വസിക്കപ്പെടാൻ പറ്റാത്തവർ വരും. സുബ്ഹാനല്ലാഹ്, പൈസ കടം കൊടുത്തു. കടം കൊടുത്ത പൈസ പിന്നെ ചോദിക്കുമ്പോ ഇയാൾക്ക് ദേഷ്യം പിടിക്കാണ്. ഞാൻ എവിടെയാ പോന്ന്, ഞാനെന്താ പോന്നുണ്ടോ? കടം വാങ്ങും അങ്ങനെയൊന്നല്ലേ, വാങ്ങും കൈ കിട്ടി നോക്കുമ്പോ ഞാനെന്താ പോന്നുണ്ടോ? ഇതാ കടം വാങ്ങി അങ്ങ. അതിന്റെ ചോദ്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഭർത്താവിന്റെ കൂടെ പറഞ്ഞേച്ചു കൊടുത്തു മകളെ. ഭർത്താവ് മകളെ ചതിക്കുകയാണ്. ഭർത്താവ് മകളെ പീഡിപ്പിക്കുകയാണ്. ഭർത്താവിന്റെ വീട്ടിൽ പറഞ്ഞേച്ചു കൊടുത്തു. ഭർത്താവിന്റെ ഉമ്മ ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയാണ്, ചതിക്കുകയാണ്. നല്ല സന്തോഷത്തിൽ അയച്ചു കൊടുത്തതാണ്. ഇപ്പൊ ഭർത്താവിന്റെ ഉമ്മ ചതിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഭർത്താവിനോട് വളരെ സ്നേഹത്തോടെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തതാണ്. ഭർത്താവ് ഇപ്പൊ ചതിക്കുകയാണ്. മകൾക്ക് ഗർഭമായി, കുട്ടിയായി. അവൻ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ദുബായിലേക്ക് പോയി, അന്യനാട്ടിലേക്ക് പോയി. ഒരു കുട്ടിയായിട്ടാ പോയത്. ഇപ്പൊ അവൻ വിളിക്കുന്നില്ല, കത്തയക്കുന്നില്ല, ഒരു വിവരമില്ല. അവൻ പറയുന്നത് എനിക്ക് വേണ്ടെന്നാ പറയുന്നത്. ഇന്നാലില്ല, എന്തൊരു ചതിയാണിത്! എന്തൊരു ചതിയാണ് ഈ പെൺകുട്ടിയെ ചതിച്ചത്, ഈ കുടുംബത്തെ ചതിച്ചത്. ചതിയന്മാരുണ്ടാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ചതിയന്മാരാണ്. യഖൂലൂന, ഏതെല്ലാം നിലക്കുള്ള ചതിയാണ് സുഹൃത്തുക്കളെ? ഭാര്യയെ ചതിക്കുന്ന ഭർത്താക്കന്മാർ. ഭർത്താവ് നല്ല ടെലിഫോൺ വാങ്ങിക്കൊടുത്തു, നല്ല ഭംഗിയുള്ള വീട് നിർമ്മിച്ചു കൊടുത്തു, നല്ല കട്ടിൽ വാങ്ങിച്ചു കൊടുത്തു. ആ ഫോണിലൂടെ അന്യപുരുഷനെ വിളിക്കുകയാണ്, അന്യപുരുഷനെ വിളിച്ചു വരുത്തുകയാണ്, ഭർത്താവിനെ ചതിക്കുകയാണ്. ചതിയന്മാരുണ്ടാകുന്ന കാലം വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ആണും പെണ്ണും ചതിക്കുകയാണ്. നേതാവിനെ ചതിക്കുന്ന അനുയായികളെ ചതിക്കുന്ന നേതാക്കന്മാര്. സുബ്ഹാനല്ലാഹ്, ഉസ്താദിനെ ചതിക്കുന്ന കുട്ടികളെ ചതിക്കുന്ന ഉസ്താദുമാര്. കുട്ടികളെ ചതിക്കുന്ന ഉസ്താദുമാര് എന്ന് പറഞ്ഞാൽ
എന്നോടായിരിക്കും വെറുപ്പ് പിടിക്കണ്ട. ഞാൻ പണ്ട് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ പോലെ തുള്ളൽ കലിയിൽ പലതും പറയും, ഉള്ളിലാലോക്യം വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞു. ഒരു ഉസ്താദുമാരെ മാത്രം മാറ്റി നിർത്തിയിട്ട് നമ്മളിങ്ങോട്ട് കൈ കഴിയുന്നു വിചാരിക്കണ്ട. അതുകൊണ്ട് പറയാ, സുബ്ഹാനല്ലാഹ്, മദ്രസയിൽ ഉസ്താദായിട്ട് നിശ്ചയിച്ചു കമ്മിറ്റിക്കാര്. രാവിലെ 7 മണിക്ക് മദ്രസ തുടങ്ങുന്നു, 8:30 മണിക്ക് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു. ആകെ 1.5 മണിക്കൂറാണ് കുട്ടികൾക്കുള്ളത്. ഉസ്താദ് തന്നെ വരുന്നത് 7:30. പിന്നെ എങ്ങനെ കുട്ടികൾ പഠിക്കുക? കുട്ടികളെ ചതിച്ചു. കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ നേരം പോക്കി. രക്ഷിതാക്കളെ ചതിച്ചു, കമ്മിറ്റിക്കാരെ ചതിച്ചു. അപ്പൊ ഉസ്താദ് ചതിച്ചു, ചതിയന്മാര്. അതിൽ ഉസ്താദും പെട്ടു. സുഹൃത്തുക്കളെ, ശമ്പളം കൊടുക്കാന്ന് പറഞ്ഞു കമ്മിറ്റിക്കാര്. ഇനി ശമ്പളം കൊടുക്കാതിരുന്നു, അവൻ ചതി തന്നെ, അവൻ ചതിയായി പോയി. അങ്ങനെയും ചതിക്കരുത്, കമ്മിറ്റിക്കാരും ചതിക്കരുത്, ഉസ്താദ് കുട്ടികളെയും ചതിക്കരുത്. പുല്ലൂക്കർ ഉസ്താദ് ചിലപ്പോൾ പറയലുണ്ട്, കുട്ടികളെ പൊരുത്തക്കോട് ഉസ്താദ്മാർക്ക് കിട്ടും. കുട്ടികളെ പൊരുത്തക്കേട് ഉസ്താദ്മാർക്ക് കിട്ടും. ശരിയെന്നല്ലേ? കുട്ടികളെ ഭാവി നഷ്ടപ്പെടുത്തിയാൽ ഉസ്താദ്മാർക്ക് പൊരുത്തക്കേട് കിട്ടൂലേ? കുട്ടികളെ പൊരുത്തക്കേട് ചിലപ്പോൾ ഉസ്താദ്മാർക്ക് കിട്ടും. എന്നാ ഉസ്താദിനെ ചോദിച്ച് കുട്ടികൾ പോയാലോ? ചോദിച്ചിട്ടേ പോകുന്നു, ചോദിക്കാണ്ട് വണ്ടി എടുത്തങ്ങ് പോയി. അതും ചതി തന്നെ. അപ്പൊ ചതിക്കാൻ പാടില്ല. കുട്ടികളോട് അങ്ങാടി പോയി തെരഞ്ഞു കളിക്കരുത് എന്ന് പറഞ്ഞു, വേദക്കാരാന്ന് പറഞ്ഞു പോന്നു. എന്നിട്ടോ അങ്ങാടിയിൽ ഇങ്ങനെ തെരഞ്ഞു നേരം പോക്കി. അതും ചതി തന്നെ. യഹൂനൂന, ചതിക്കുന്ന മനുഷ്യന്മാർ, ഉസ്താദിനെ ചതിക്കുന്ന കുട്ടികൾ ചതിക്കുന്ന ഉസ്താദ്മാര്, നേതാക്കളെ ചതിക്കുന്ന അനുയായികളെ ചതിക്കുന്ന നേതാക്കന്മാര്, അയൽവാസിനെ ചതിക്കുന്നവര്. എല്ലാവരും വിചാരിക്കും അയൽവാസിയായ അയാൾ അവിടെ ഉണ്ടല്ലോ, ഞാൻ ദുബായിലേക്ക് പോകുമ്പോ എന്റെ പുറയൊക്കെ ശ്രദ്ധിക്കണേ. സുബ്ഹാനല്ലാഹ്, മടങ്ങി വന്ന് നോക്കുമ്പോ പിന്നെ ഭാര്യയില്ല, ഭാര്യ മറ്റവൻ ഒറ്റ ലോകിയ. അയൽവാസിയായിട്ട് ചതിയൻ, കടുത്ത ചതിയൻ. അയൽവാസിയെ ചതിക്കുന്നവര്, കുടുംബത്തെ ചതിക്കുന്നവര്. സുബ്ഹാനല്ലാഹ്, ഉമ്മ മരിക്കുമ്പോഴുള്ള സ്വത്ത് കുറെ പൊന്നുണ്ടായിരുന്നു. ആ പൊന്ന് മെല്ലെ പെങ്ങള് കാണാതെ, അല്ലേ ഉമ്മാക്ക് സുഖമില്ലാത്ത സമയത്ത് മെല്ലെ എടുത്ത് മാറ്റി വെക്കുന്ന ചതിയന്മാര്. എന്നിട്ട് സ്വന്തം എടുക്കുന്നവര് പച്ച ഹറാമ്. വേറൊരുത്തർക്ക് അവകാശപ്പെട്ട അവകാശം കൊടുക്കാതെ, പെങ്ങളതോ അനുജന്റതോ ജ്യേഷ്ഠന്റതോ ആരാകട്ടെ അവകാശിയുടെ അവകാശം കൊടുക്കാതെ ചതിച്ചു പൊന്നെടുക്കുന്നവര്, ചതിച്ചിട്ട് അതാ സ്വത്തെടുക്കുന്നവര്. സുബ്ഹാനല്ലാഹ്, ഉമ്മാക്ക് പ്രായമായപ്പോ, ബുദ്ധിക്ക് നല്ല റെഡിയില്ലാത്തപ്പോ, മറ്റുള്ള മക്കളൊന്നും അറിയാതെ മെല്ലെ രജിസ്ട്രാളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വീട്ടിൽ നിന്ന് മെല്ലെ 10 സെന്റ് സ്വന്തം പേരിൽ രജിസ്റ്റർ ആക്കുന്നവര്. ചിലപ്പം പുരയും പറമ്പും മെല്ലെ അതാ നോക്കിക്കൊണ്ടിരിക്കുന്നവന്റെ പേരിൽ ഉമ്മാനെ കൊണ്ട് ഒപ്പിടിച്ചിങ് വാങ്ങുന്നവര്. കടുത്ത ചതിയന്മാര്. യഹൂനൂൽ, ചതിയന്മാരുണ്ടാകുന്ന കാലമാണ്. ജ്യേഷ്ഠനെ ചതിക്കുന്നവര്, അനുജനെ ചതിക്കുന്നവര്, പെങ്ങളെ ചതിക്കുന്നവര്, കുടുംബത്തെ ചതിക്കുന്നവര്. യഹൂനൂൽ, ചതിയന്മാരുണ്ടാകുന്ന കാലമാണ്. കച്ചവടം ചെയ്യുന്നവര്, അതേ വാങ്ങുന്ന ആളുകളെ ചതിക്കുന്നവര്, കച്ചവടത്തിൽ എന്തെല്ലാമോ ചതി നടത്തുന്നവര്. കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരനോട് ഇന്ന ദിവസം ക്യാഷ് തരാമെന്ന് പറഞ്ഞിട്ട് സംഖ്യ കൊണ്ടക്കൊടുക്കാതെ ആ കച്ചവടക്കാരനെ ബുദ്ധിമുട്ടി ചതിക്കുന്ന സാധനം വാങ്ങുന്നവര്, അതും ചതി തന്നെ. കടം വാങ്ങിയിട്ട് കൊടുക്കാത്തതും ചതി തന്നെ. നിങ്ങൾ പറയുമ്പോ ഞാനങ്ങ് ഒഴിഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് ഒരു കട കച്ചവടം ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ട് കുറച്ചു കാലം കഴിയുമ്പോ അതൊന്ന് ഒഴിഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ അതിപ്പോ എങ്ങനെ ഒയ്യാൻ പറ്റോ എന്ന് ചോദിക്കുന്ന ചതിയന്മാര്, അതും ചതി തന്നെ. സുഹൃത്തുക്കളെ, തൊഴിലെടുക്കാൻ വേണ്ടി വിളിച്ചിട്ട് തൊഴിലെടുത്തിട്ട് കൂലി കൊടുക്കാതെ, അതേ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണമെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായിയായിട്ട് തൊഴിലാളിയെ കൊണ്ട് തൊഴിലെടുപ്പിച്ചിട്ട് കൂലി കൊടുക്കാത്തവര്, കോൺട്രാക്ടർ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ വ്യവസ്ഥ പ്രകാരം ആ കോൺട്രാക്ടർക്ക് പണം കൊടുക്കാത്തവര്. സുബ്ഹാനല്ലാഹ്, അറിയാത്ത ചികിത്സ അറിയുമെന്ന് നടിച്ചിട്ട് അറിയാത്ത ചികിത്സ അറിയുമെന്ന് ജനങ്ങൾക്ക് മുമ്പിൽ പ്രകടിപ്പിച്ചിട്ട് ചികിത്സ നടത്തിയിട്ട് പണം തട്ടുന്ന ചൂഷകന്മാർ. ഔലിയാക്കളല്ല, മഹാന്മാരല്ല. കറാമത്തും ഇല്ല, ശരീഅത്തും ഇല്ല, തരീഖത്തും ഇല്ല, ഹഖീഖത്തും ഇല്ല. ഞാൻ വലിയ കറാമത്തുള്ള ആളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സ്വന്തം കറാമത്ത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവര്. ഉണ്ടായിട്ടല്ല കേട്ടോ, ഇല്ലാത്ത കറാമത്ത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവര്. സുബ്ഹാനല്ലാഹ്, ഇന്നാളൊരു ദിവസം ബഹുമാനോട് ശൈഖുനാ കാന്തപുർ ഉസ്താദ് പറഞ്ഞ്, ഒരു ചങ്ങാതി അയാളിങ്ങനെ ആളെ കൂട്ടിയിട്ട് ദിക്റിയല്ല, ദിക്റി ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം വല്ലാത്ത നല്ല മണം. പക്ഷെ വിളക്ക് എടുത്തിട്ട് ആ ദിക്റ് എന്താ പരിപാടി എന്നറിയോ? നല്ല അത്തറ് കലക്കി കൊണ്ടുവന്നിട്ട് ഫാന്റെ മുളം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഈ കാറ്റുകൊണ്ടല്ലേ നല്ല മണം. ഈ മണം കിട്ടും, ഇത് ഷെയ്ഖിന്റെ കറാമത്ത്. ഇങ്ങനെ തട്ടിപ്പിന്റെ കറാമത്ത് ഉണ്ടാക്കുന്നവര്,
ചതിയന്മാര്, യഖൂലൂൻ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നവര്, അറിയാത്തതറിയാന്ന് പറയുന്നവര്. സുബ്ഹാനല്ലാഹ്, പാവപ്പെട്ട പെണ്ണുങ്ങൾ വന്നിട്ട് എന്റെ ഒരു സാധനം കട്ടുപോയി, ആ പോയ സാധനം എനിക്ക് കിട്ടുമെന്ന് ചോദിക്കുമ്പോ അതാ കിട്ടുമൊന്നും കിട്ടൂല എന്നൊക്കെ സ്വന്തം വകയിൽ പറയുന്നവര് ചതിയന്മാര്. അങ്ങനെ തുടങ്ങിയിട്ട് ഏതൊക്കെ മേഖലയിൽ ചതിക്കുന്നവരുണ്ടോ, ചതിന്റെ കോലം കേൾക്കണോ നിങ്ങൾക്ക്? സുബ്ഹാനല്ലാഹ്, ഒരു വലിയ അത്ഭുതം കാണിക്കുന്നതാണ് ചെറിയ കുട്ടി വലിയ അത്ഭുതം കാണിക്കുന്നത്. ഈ കുട്ടികൾ അത്ഭുതം കാണിക്കുകയാണെങ്കിൽ വളരെ ആലോചിക്കണമല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞതിനോട്, ഈ കുട്ടീന്റെ അത്ഭുതം കണ്ടു എന്ന് പറഞ്ഞ ആള്, കുട്ടീനെ കൊണ്ട് നടക്കുന്ന ആൾ എന്നോട് പറഞ്ഞു, ആ കുട്ടി കുറ്റിയാടി വന്നിരുന്നു എന്നാണ്. എന്നിട്ടോ ചോദിച്ചു, കുറ്റിയാടി വന്നിട്ട് ആ മരുന്ന് റോഡ് കൂടെ അങ്ങനെ പോയി. എന്നിട്ടോ സിറാജുല്ലുദയുടെ അടുത്ത് എത്തിയപ്പോ കുട്ടി പറഞ്ഞ് സിഗരറ്റ് വിൽക്കാൻ പാടില്ല, ഇത് സിറാജുല്ലുദയാ, സിറാജുല്ലുദ സിഗരറ്റ് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടാ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുമല്ലോ ഈ കുട്ടി വലിയ മഹാനാന്ന് എനിക്ക് തോന്നുമല്ലോ. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു നിയമമില്ല, സിറാജുല്ലുദന്റെ അടുത്ത് സിഗരറ്റിൽ ചൂടാ, അങ്ങനെ ഉണ്ടോ? അങ്ങനില്ല. സുബ്ഹാനല്ലാഹ്. സിഗരറ്റ് വലിക്കാൻ എവിടുന്ന് വലിച്ചാലും ആരോഗ്യത്തിന് കേടാണ്, സിഗരറ്റ് ഇവിടുന്ന് വലിച്ചാലും അങ്ങനെ തന്നെയാണ്. എന്നല്ലാതെ ഇതെന്താ, ഇത് കോടതിയാ? ബഹുമാനിച്ച് പൊക്കിപ്പറഞ്ഞിട്ട് ആളുകളെ ചതിക്കുന്നവര് പൊക്കിപ്പറയാ. വേറൊരുത്തെ സുബ്ഹാനല്ലാഹ് എന്നോട് ഒരാൾ പറഞ്ഞു, ആദ്യെല്ലാം പറയല് പേരോട് പേരോട് വലിയ വലിയാന്നേ പറയല്, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പേരോട് ഹിദായത്ത് പോയി എന്ന് പറയുന്നു. സുബ്ഹാനല്ലാഹ്. എന്താ സംഗതി? അങ്ങനെ പറഞ്ഞിട്ട് കൂടെ നമ്മളെ ശിഷ്യന്മാരെ തട്ടിയെടുക്കാൻ, നമ്മളെ സ്നേഹിക്കുന്നവരെ തട്ടിയെടുക്കാൻ, അങ്ങനെ എന്തെല്ലാം ചതിയന്മാരാ. അള്ളാന്റെ റസൂല് പറയുന്നു, യഖൂലൂൻ ചതിയന്മാര് വരുന്ന കാലം, അതേ വലാ യുത്തമനൂൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുട്ടികളെ നന്നാക്കി എടുക്കണമെന്ന നിലക്കാണ് ഗുരുനാഥന്മാരെ ഏൽപ്പിക്കുന്നതെങ്കിൽ ആ കുട്ടികളെ ദുസ്വഭാവം പഠിപ്പിക്കുന്നവര്, കുട്ടികൾക്ക് ദുസ്വഭാവം പഠിപ്പിക്കുന്നവര് സുബ്ഹാനല്ലാഹ് ചതിയന്മാരാണ്. വയന്ദുറൂൻ നേർച്ച നേരുന്നവര്, വലായഫൂൻ നേർച്ച നല്ലതാണ്. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, മാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദിരിൻ ഫഇന്നല്ലാഹ യഅലമുഹു. നിങ്ങൾ എന്ത് നല്ല കാര്യത്തിന് ചെലവഴിച്ചാലും, നിങ്ങൾ എന്ത് നല്ല കാര്യത്തിന് നേർച്ച ചെയ്താലും അല്ലാഹ് അറിയും, അതിന്റെ ഗുണം അല്ലാഹ് തരൂ എന്ന് പറഞ്ഞില്ലേ? ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഇന്ന് ചൊവ്വാഴ്ചയാണല്ലോ, എത്രയോ ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഇന്ന് ഉച്ചക്കുള്ളവർക്കറിയാം, ഏകദേശം പള്ളി നിറയെ ആളുകളുണ്ട്, നേർച്ച തരാൻ വന്നവരാണ്. അൽഹംദുലില്ലാഹ്, ഒരുപാട് വിഷയങ്ങൾക്ക് നേർച്ച ചെയ്യുന്നു. സിറാജുൽ ഹുദയിലേക്ക് കിട്ടി എന്ന് ഇന്ന് നേരം വെളുത്തതിന് ശേഷം നേർച്ചയുടെ ഫലങ്ങൾ ഒരുപാട് എന്നോട് എണ്ണിപ്പറഞ്ഞവരുണ്ട്, ഒരുപാട് സംഖ്യകൾ ഏൽപ്പിച്ചവരുണ്ട്, പലരും നേർച്ച ചെയ്ത് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ഈ സ്ഥാപനത്തിന് നീ തന്ന ബറക്കത്ത് നിലനിർത്തി തരണം റഹ്മാനെ. ഞാൻ പറഞ്ഞു വന്ന് സുഹൃത്തുക്കളെ, നേർച്ച ചെയ്യുന്നു, പക്ഷേ സംഗതി കിട്ടിയാൽ പിന്നെ നേർച്ച വീട്ടുന്നില്ല. അതിനെക്കുറിച്ചും റസൂലുള്ളാഹി പറയാണ്, വയന്ദുറൂൻ വലായഫൂൻ നേർച്ച ചെയ്യുന്നു, നേർച്ച വീട്ടുന്നില്ല. അങ്ങനത്തെ കക്ഷികള്, ഇതൊക്കെ പിൽക്കാലത്തുണ്ടാകുന്ന ചില കക്ഷികളാണ്. അവരെ പറ്റി പറഞ്ഞ് അവസാനം അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വയദ്ഹറു ഫീഹി സിമനു, ബുഖാരിയിലെ ഹദീസാണ്. വയദ്ഹറു ഫീഹി സിമനു, അവരിൽ കൊഴുപ്പ് പ്രകടമാവുകയാണ്, കൊളസ്ട്രോൾ പ്രകടമാവുകയാണ്. കാരണം തീറ്റിക്കൊരതിരും കണക്കുമില്ല. തീറ്റിയോ തീറ്റി തന്നെ, എത്രേ തിന്നുന്നത് ഇന്ന് കണക്കില്ല. അങ്ങനെ തീറ്റി തന്നെ, അങ്ങനെ എല്ലാവരും കൊളസ്ട്രോള് കൊഴുപ്പ് വെളിവാകുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. അതിന്റെ പേരിൽ എത്ര ചതിയാ. സുബ്ഹാനല്ലാഹ്. ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് എത്ര ചതിയാ, ഓപ്പറേഷൻ ചെയ്യുന്ന സ്ഥലത്ത് എത്ര ചതിയാ, ഹോസ്പിറ്റലിൽ എത്ര ചതിയാ. ഒരേ രോഗം അതേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. സുബ്ഹാനല്ലാഹ്. ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയപ്പോ 70,000 റുപ്യന്റെ മേലെ വേണമെന്ന്. വേറൊരു ആശുപത്രി ചെന്നപ്പോ 20,000 റുപ്യ. സംഗതി രണ്ടും ഒരേ ഓപ്പറേഷൻ തന്നെ. സുബ്ഹാനല്ലാഹ്. ആവശ്യമില്ലാത്ത ടെസ്റ്റ് എഴുതുന്ന ഡോക്ടർമാര്, ആവശ്യമില്ലാത്ത സ്കാനിങ്ങിന് എഴുതുന്ന ഡോക്ടർമാര്,
എല്ലാ ഡോക്ടർമാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അത് നേരത്തെ ഞാൻ ഉസ്താദുമാരെ കുറിച്ച് പറഞ്ഞില്ലേ, എല്ലാ ഉസ്താദുമാരും അങ്ങനെ ഏറക്കി വരുന്നവരല്ലല്ലോ. 7 മണിക്ക് മുമ്പ് തന്നെ വരുന്ന ഒരുപാട് ഉസ്താദുമാരുണ്ടാവൂലേ. അതുപോലെ ഡോക്ടർമാരുടെ കൂട്ടത്തിലും വളരെ ശ്രദ്ധിച്ച് നീങ്ങുന്ന ഡോക്ടർമാരുണ്ടാകും. അത് വക്കീലന്മാരുടെ കൂട്ടത്തിലും വളരെ സത്യസന്ധമായി കൈകാര്യം ചെയ്യുന്നവരുണ്ടാകും. അത് ഏത് പാർട്ടിക്കാരിലുണ്ടാവും, നേതാക്കന്മാരിലുണ്ടാവും. അതേ സമയത്ത് അവനവന്റെ പാർട്ടി വിജയിക്കണം, എനിക്ക് വോട്ട് കിട്ടണം, എനിക്ക് വിജയിക്കണം, അതുപോലെ തന്നെ എന്റെ കാര്യം നേടണം. മുസ്ലിമീങ്ങൾ ഇവിടെ എന്തായാലും തിരക്കേടില്ല, രാജ്യത്തുള്ള ജനങ്ങൾ തമ്മിലടിച്ചാലും തിരക്കേടില്ല, ജനങ്ങൾക്കിടയിൽ വർഗീയത വളർന്നാലും തിരക്കേടില്ല, മനുഷ്യന്മാര് പരസ്പരം തമ്മിലടിച്ച് ഇന്ത്യ രാജ്യം തകർന്നാലും തിരക്കേടില്ല, ഞങ്ങൾക്ക് വോട്ട് കിട്ടി ഭരണത്തിലെത്തണം എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരില്ലേ, അതും ചതിയന്മാര് തന്നെ. നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭദ്രത, സമൂഹത്തിന്റെ ഭദ്രത, ഇവിടെയുള്ള സമാധാനം, ഇവിടെയുള്ള സന്തോഷം, എല്ലാ മതക്കാർക്കുമിടയിലുള്ള സൗഹാർദ്ദം, സഹകരണം, സ്നേഹം, സഹിഷ്ണുത, അതൊന്നും വകവെക്കാതെ അധികാരം മാത്രം ഉദ്ദേശിച്ച് നീങ്ങുന്ന നേതാക്കന്മാരില്ലേ, അതും ചതി തന്നെയാണ് കേട്ടോ. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ലോകം മുഴുക്കെയും ചതി കൊണ്ട് നിറഞ്ഞു പോയൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞില്ലേ, ഇദാ ദുയ്യത്തിൽ അമാനത്തു ഫന്തളിരി സഅ, ഖിയാമത്ത് നാൾ കാത്തുനിന്നു. വിശ്വസിക്കാൻ പറ്റാത്ത കാലം വരുമ്പോ ഖിയാമത്ത് നാൾ കാത്തുനിന്നു. അപ്പൊ സുഹൃത്തുക്കളെ, സർവസ്ഥലങ്ങളിലും ചതി വരികയാണ്. വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കണം. പല നിലക്കുണ്ട്. സിമനു എന്ന് പറഞ്ഞത് പല വ്യാഖ്യാനങ്ങളും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സുബ്ഹാനല്ലാഹ്, യാതൊരു വിവരവും ഇല്ലാത്തവന്, ഒരു വിവരവും ഇല്ലാത്തവന് വലിയ ആലിമിന്റെ വേഷം കെട്ടുക, എന്നിട്ട് വലിയൊരു സാലും വലിയൊരു ഉപ്പായോ ഒക്കെ ഇട്ടിട്ട് ഞാൻ വലിയ സാഹിദാണ്, വലിയ ഷെയ്ഖാണെന്ന് വരുത്തി തീർക്കുക. അത് വേറൊന്നാണ്. അങ്ങനെയുണ്ട്. അതുപോലെ സുഹൃത്തുക്കളെ, നന്നായി പണം വർദ്ധിക്കുക. അങ്ങനെയും അതിന് അതിന് പണ്ഡിതന്മാരിൽ പലരും തഫ്സീർ പറഞ്ഞവരുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പണ്ഡിതന്മാര് പല നിലക്കും അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. തടി കൊഴുത്താൽ ഇബാദത്ത് ചെയ്യാനാവൂല, തടി കൊഴുത്താൽ പ്രവർത്തിക്കാനാവൂല. അവിടെ ഒരുപാട് പറയാനുള്ളൊരു രംഗമാണ് സുഹൃത്തുക്കളെ. ഈ പണം കൊഴുപ്പിക്കലും തടി കൊഴുപ്പിക്കലും അതിന്റെ പേരിലല്ലേ ഏകദേശ ചതികളും നടക്കുന്നത്. വിദേശത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്നിട്ട് മുതലാളിന്റെ പണം തട്ടുന്ന തൊഴിലാളിമാർ, അല്ലെങ്കിൽ വേറെ കടകളിൽ നിന്നിട്ട് തൊഴിലാളികൾ മുതലാളിമാരെ തട്ടിയെടുക്കുന്നു. കൂടെ നിർത്തിയ തൊഴിലാളിക്ക് പൈസ കൊടുക്കാതെ, ശമ്പളം കൊടുക്കാതെ മുതലാളി തൊഴിലാളിയുടേത് തട്ടിയെടുക്കുന്നു. എന്താ കാരണം? കൊഴുപ്പുണ്ടാക്കാൻ, പണത്തിന്റെ കൊഴുപ്പുണ്ടാക്കാൻ, ശരീരത്തിന്റെ കൊഴുപ്പുണ്ടാക്കാൻ, ഭംഗിയുടെ കൊഴുപ്പുണ്ടാക്കാൻ. എന്റെ ഉമ്മമാരെ, സ്ത്രീകളോട് പ്രത്യേകം പറയാനുണ്ട്. ഒരു ഭർത്താവിന്റെ കഴിവും പ്രാപ്തിയും നോക്കാതെ, അനുജത്തിന്റെ പുരയിൽ ഇന്ന മെഷീനുണ്ട്, ഇന്ന ഫ്രിഡ്ജുണ്ട്, ഇന്ന കമ്പനീൻ്റെതുണ്ട്, ഇന്നതുണ്ട്, അയൽവാസിന്റെ പുരക്ക് അങ്ങനുണ്ട്, ഇങ്ങനുണ്ട്, അവരെ പുരയിൽ അതാ അടുക്കള 4 എണ്ണുണ്ട്. അതെ, ഇങ്ങനെ പറഞ്ഞിട്ട് ഭർത്താവിനെ ശല്യപ്പെടുത്തുന്ന ഉമ്മമാരില്ലേ, ഭാര്യമാരില്ലേ, കൊഴുപ്പ് മതിയാകുന്നില്ല, കിട്ടിയതൊന്നും മതിയാകുന്നില്ല. എത്ര ഉണ്ടായിട്ട് പിന്നെയും പലിശക്ക് കൊടുക്കുന്നവരില്ലേ, പലിശക്ക് കടം വാങ്ങിയിട്ട് കച്ചവടം ചെയ്യുന്നവരില്ലേ, എത്ര കച്ചവടം ഉണ്ടായിട്ടും മതിയാകുന്നില്ല. ഇങ്ങനെ ദുനിയാവിൽ ലയിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു കാലം. ഒരാൾ നല്ല തടിയും കൊഴുപ്പുള്ളതുകൊണ്ട് അയാൾ മോശക്കാരനാണെന്നാരും പറഞ്ഞേക്കരുതേ. ചിലപ്പോൾ തിന്നാതെയും തടിച്ചു എന്ന് വരും. അത് ഓരോരുത്തരുടെ ശാരീരിക പ്രകൃതികളിൽ. ചിലർ കുടുംബത്തിന്റെ തടി അയാൾക്കും വന്നു വരും, ചിലപ്പോൾ ഒന്നും തിന്നിട്ടുണ്ടാവില്ല. ചിലർ തിന്നിട്ട് തടിക്കുന്നവരുണ്ടാകും. എന്ന് മാത്രമല്ല, ആവശ്യത്തിന് തിന്നാതിരുന്നാലും മോശമാണ്. അത് ബുറുദബൈത്തിന്റെ ആദ്യ ഭാഗം പറയുമ്പോൾ ഞാൻ പാറക്കടവിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് പറയട്ടെ, ഒരാൾക്കൊരു രോഗമുള്ളത് കൊണ്ട് അയാൾ മോശക്കാരനാണെന്ന് വിധിക്കരുതേ. കൊളസ്ട്രോൾ ഉള്ളത് കൊണ്ടോ, ഷുഗർ ഉള്ളത് കൊണ്ടോ, മറ്റെന്തെങ്കിലും രോഗമുള്ളത് കൊണ്ടോ അയാൾ മോശക്കാരനാണെന്ന് വിധിക്കരുതേ. പറഞ്ഞതിന്റെ അർത്ഥം, കൊഴുപ്പുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്ന രീതി ശരിയല്ല. ഇന്ന് ലോകത്ത് മുഴുക്കേയും
പഴയ കാലം പോലെയല്ല. ഏകദേശം ആളുകൾക്കും കൊളസ്ട്രോള്, ഏകദേശം ആളുകൾക്കും അതാ ഷുഗർ, ഏകദേശം ആളുകൾക്കും പല രോഗങ്ങൾ. അതിന്റെ അടിസ്ഥാനപരമായൊരു കാരണം തീറ്റ വർദ്ധിച്ചതാണ്, കൊഴുപ്പുള്ള ഭക്ഷണം കൂടിയതാണ്, പഞ്ചസാരയുള്ള ഭക്ഷണം വർദ്ധിച്ചതാണ്, അതിന്റെ പുറമെ അധ്വാനം കുറഞ്ഞതാണ്. എല്ലാം യന്ത്രങ്ങളാ വർക്ക് ചെയ്യുന്നത്. അതേ, വെള്ളം കോരാനൊരു പെണ്ണുമില്ല, അരക്കാനൊരു പെണ്ണുമില്ല, ഇടിക്കാനൊരു പെണ്ണുമില്ല, കുത്താനൊരു പെണ്ണുമില്ല. കൊളസ്ട്രോൾ കൂടിയിട്ട് സുബഹിന്റെ സമയത്ത് യുവതികൾ റോട്ടമ്മ കൂടി നടക്കുകയാണ്. വെള്ളം കോരല് നിർത്തി, അതുപോലെ തന്നെ ഇടിക്കല് നിർത്തി, അരക്കല് നിർത്തി. അതിന് പകരം അതാ രാവിലെ റോട്ടുമ്മൽ പെണ്ണുങ്ങൾ ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. കൊളസ്ട്രോള് കുറക്കാനാണ്, ഷുഗർ കുറക്കാനാണ്. ഇങ്ങനത്തെ ഒരവസ്ഥ ലോകത്ത് വന്നിട്ടില്ലേ? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് പറയട്ടെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഇമാം ബൂസിരി തങ്ങൾ പറയുമ്പോ, രാത്രി സമയത്ത് എഴുന്നേറ്റ് അതാ നീണ്ട സമയം നിസ്കരിച്ച വിഷയം പറഞ്ഞപ്പോ ഉടനെ ഇമാം ബൂസിരി കടക്കുന്നത് എങ്ങോട്ടാണ്? അവിടുന്ന് പട്ടിണി കിടന്നതിലേക്കാണ്, വിശപ്പ് സഹിച്ചതിലേക്കാണ്, സുന്നത്ത് നോമ്പ് ധാരാളം എടുത്തതിലേക്കാണ്. അതാണ് വസദ്ദ മിൻ സഅബിൻ നസാ هو طوى تحت الحجارة كسحا مترف الآدمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. വിശപ്പിനാൽ ധാരാളം സുന്നത്ത് നോമ്പെടുത്തും ഭക്ഷണം ചുരുക്കിയും ഭക്ഷണം കൈയൊഴിച്ചും വളരെ വിശന്നുകൊണ്ട് അവിടുത്തെ വയറൊട്ടിപ്പോയി. ആ വയറ്റിന് കല്ല് വെച്ച് കെട്ടിയിട്ട് ആ മൃദുലമായ തോലിന്, മൃദുലമായ ചർമ്മത്തിന്, വയറ്റിനതാ കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നു. ആ കല്ല് കല്ലിന്റെ മേലെ വയറ് ചുരുണ്ട് നിൽക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ജീതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം ഞാൻ റസൂലുള്ളാഹിന്റെ സമീപത്ത് ചെന്നു. ഫവജത്തുഹു ജാലിസൻ മഅ അസ്ഹാബിഹി യുഹദ്ദിസുഹും. അവിടുത്തെ സഹാബികളോട് ഇരുന്ന് സംസാരിക്കുകയാണ് നബി തങ്ങൾ. വഖദ് അസ്സബ ബത്നഹു ബിസാബ. ഒരു തുണി കൊണ്ട് അവിടുത്തെ വയറിങ്ങനെ മുറുക്കി കെട്ടിയിട്ടുണ്ട്. അവര് പറഞ്ഞു, മിനൽ ജൂ, വിശന്നിട്ടാണ്, വിശപ്പിനാൽ വയറ് മുറുക്കി കെട്ടിയിരിക്കുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി അങ്ങനെ ജീവിക്കുകയാണ്. സുഹൃത്തുക്കളെ, അത് തന്നെയാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹാനായ ഇമാം ബുഖാരി ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, ഖന്തഖ് യുദ്ധം നടക്കുന്നു. ശത്രുക്കളെല്ലാം ഒറ്റ മുന്നണിയായി മുസ്ലിമീങ്ങളെ മുഴുവനും നശിപ്പിക്കാൻ വരികയാണ്. അവരെ നേരിടാൻ ആ നാട്ടിന്റെ, രാജ്യത്തിന്റെ അതിരിൽ ഒരു വലിയ കിടങ്ങ് കീറലേ നിർവാഹമുള്ളൂ. അങ്ങനെ കിടങ്ങ് കീറാൻ ഇറങ്ങിയിരിക്കുകയാണ് സഹാബത്ത്. നബിതങ്ങളും അധ്വാനിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കിടങ്ങ് കീറുമ്പോൾ ഒരു സ്ഥലത്തൊരു വലിയ പാറയങ്ങ് പ്രത്യക്ഷപ്പെട്ടു. ആര് മുട്ടിയിട്ടും പാറ പൊട്ടുന്നില്ല. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയി സങ്കടം പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ഞാനിറങ്ങി പൊട്ടിക്കാം. അതാണ് നേതാവ് കേട്ടോ, അതാ നേതാവ്. ഓ, നമുക്ക് എന്തേ ഒരു ബെഞ്ചം കെട്ടെടുത്ത് വെച്ചൂടെ, ഒരു മേശ പിടിച്ചൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റിക്കൂടെ? അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. എത്ര വലിയ നേതാവായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വം, അവിടുന്ന് വികാസ് എടുത്ത് കൊത്താൻ ഇറങ്ങാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ ഇറങ്ങുമെന്ന് പറയുന്നു. നബി തങ്ങൾ അതാ വന്നിരിക്കുന്നു. സുമ്മ ഖാമ സല്ലല്ലാഹു അലൈഹി വസല്ലം വബത്നുഹു മഅസൂബിൻ ബിഹജാർ.
അവിടുത്തെ വയറ്റിന് കല്ല് വെച്ച് കെട്ടിയത് കാണുകയാണ്. 3 ദിവസമായി ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. സഹാബത്ത് പറയാണ്, 3 ദിവസമായി. സുഹൃത്തുക്കളെ, നമ്മളൊരു 10:30 മണിക്ക് വേളങ്ങ് നിർത്താന്ന് തോന്നിയാൽ തന്നെ ഒരു 2 മണിക്കൂർ ക്ഷമിച്ചിരിക്കാൻ കഴിയുന്നുണ്ടോ നമ്മക്ക്? സുബ്ഹാനല്ലാഹ്. 3 ദിവസം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഒരേ പ്രവൃത്തിയാണ്. നബി തങ്ങളതാ ബിക്കാസങ്ങ് കയ്യിൽ വാങ്ങി, അല്ലെങ്കിൽ അതാ മുട്ടിങ്ങ കയ്യിലേക്ക് വാങ്ങി. ആ ബിക്കാസ് വാങ്ങിന്റെ ഒരൊറ്റ ഇടി നബി തങ്ങളങ്ങിടിച്ചു. അതേ നബി തങ്ങൾ മുട്ടിയപ്പോ, ഇടിച്ചപ്പോ 1-2 ഇടിക്ക് അതാ പാറിപ്പോയി, തീപ്പരി പാറിപ്പോയി. പിന്നീട് ഒരിടിക്കതങ്ങ് പൊട്ടിപ്പോയി എന്ന് ചില റിപ്പോർട്ടിൽ കാണാം. ഏതായാലും അത് പിളർന്നുപോയി, പൊടിപൊടിയായി പോയി. നബി തങ്ങളോട് ഞാൻ പറഞ്ഞു, ഞാനൊന്ന് വീട്ടിൽ പോയിക്കോട്ടെ നബിയെ. ഞാനെന്തിനാ വീട്ടിൽ പോകുന്നത്? നബി തങ്ങളുടെ വിശപ്പ് കണ്ടിട്ടാണ്, കല്ല് വെച്ച് കെട്ടിയത് കണ്ടിട്ടാണ്. സുഹൃത്തുക്കളെ, നമ്മൾ പട്ടിണി കടന്നിട്ടുണ്ടോ? പട്ടിണി അറിഞ്ഞിട്ടുണ്ടോ? രാത്രിയിൽ എഴുന്നേറ്റ് നീണ്ട നിസ്കാരം നിസ്കരിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി, ഈ വികാസ് എടുത്ത് കൊത്തിയിട്ടുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി, ഒന്നിനും നമ്മൾ തയ്യാറില്ല. സ്വർഗം നമുക്ക് കിട്ടണം, ആ നേതാവിന്റെ കൂടെ സ്വർഗത്തിലെത്തണം. അങ്ങനെ പറ്റുമോ? അധ്വാനിക്കാൻ തയ്യാറാകണം ദീനിന്. നിസ്കരിക്കണം, ഫർളും സുന്നത്തും വേണം. വിശപ്പ് സഹിക്കാൻ തയ്യാറാകണം. സുബ്ഹാനല്ലാഹ്. ഒരു നല്ല ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ജോലി രാജിവെക്കുന്നവരില്ലേ? സേവനം നിർത്തുന്നവരില്ലേ? ഓ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടരെ നോമ്പെടുത്തവരാണ്. അതുപോലെ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചവരാണ്. സ്വർഗത്തിലെ ഉന്നതമായ പദവി വേണ്ടവർക്ക് 4 കാര്യം പറഞ്ഞില്ലേ? 1 മൃദുലമായ സംസാരം, മറ്റൊന്ന് ഭക്ഷണം കൊടുക്കലാണ്, മറ്റൊന്ന് തുടരെ നോമ്പെടുക്കലാണ്, രാത്രിയിൽ ജനങ്ങൾ ഉറങ്ങുമ്പോൾ നിസ്കരിക്കലാണ്. ഈ 4 കാര്യങ്ങളും നബിതങ്ങളെ ജീവിതത്തിലുണ്ട് കേട്ടോ. അതോടുകൂടെ അധ്വാനമാണ്, വിശപ്പ് സഹിക്കുകയാണ്, വികാസ് എടുത്ത് കൊത്തുകയാണ്, കിടങ്ങി കീറുകയാണ്. അവിടുത്തെ അവസ്ഥ കണ്ട ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോകാൻ അനുമതി ചോദിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോയി ചെന്നിട്ട് ഭാര്യയോട് ചോദിക്കുന്നു, വല്ലതും ഇവിടെ ഉണ്ടോ? എനിക്ക് കണ്ട് സഹിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസ്ഥ കണ്ട് എനിക്ക് സഹിക്കുന്നില്ല. ഭാര്യ പറയുന്നു, ഒരൽപ്പം ഗോതമ്പുണ്ട്, ഒരു ചെറിയ ആട്ടിൻകുട്ടിയുണ്ട്, ആട്ടിൻകുട്ടിയെ ഞാൻ അറുക്കുന്നു. അതേ, എന്റെ ഭാര്യ ഗോതമ്പ് പൊടിക്കുന്നു. അതേ, മാംസവും പൊടിയുമൊക്കെ ആക്കി പൊടി കുഴക്കുന്നു. മാംസം ചട്ടിയിലിട്ട് അതാ കല്ലിന്റെ മേലെ, അടുപ്പിന്റെ മേലെ വെക്കുന്നു. അതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരെ ഇലാ ഹദറത്തി റസൂലില്ലാഹി. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് ഈ സംഭവം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസാക്കട്ടെ. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ചെന്നിട്ട് ഞാൻ പറയുന്നു, നബിയേ, ഒരു ചെറിയ ഭക്ഷണമുണ്ട് നബിയേ. ഫഖും അൻത യാ റസൂലല്ലാഹ് വറജുലുൻ ഔ റജുലാൻ. ഒരാളോ 2 ആളോ തങ്ങളെ കൂടെ വന്നാ കുഴപ്പമില്ല, തങ്ങളൊന്ന് വരണം നബിയേ. നബി തങ്ങൾ ചോദിച്ചു, എത്ര ഉണ്ട്? ഞാൻ പറഞ്ഞു, കുറച്ച്. ഒരു ചെറിയ 1 ലിറ്റർ വരുന്ന ഗോതമ്പ്, അതുപോലെ ഒരു ചെറിയ ആട്, അതിന്റെ ഭക്ഷണമാണ്. നബി തങ്ങൾ പറഞ്ഞു, കസീറുൻ തയ്യിബുൻ, അത് ധാരാളമാണ്, നല്ല ഭക്ഷണമാണ്. അവളോട് പറയോ, ലാ തൻസിൽ ബുർമത, അടുപ്പിന്റെ മേലെ നിന്നിറക്കണ്ട. അതുപോലെ തന്നെ അടുപ്പിന്റെ മേലെ പത്തിരി ചുടാനുള്ള കല്ലുമിറക്കണ്ട. ഞാനങ്ങ് വരുന്നുണ്ട്. നബി തങ്ങൾ അതാ ഉറക്കെ വിളിച്ചു പറയുന്നു, ഖൂമോ
എഴുന്നേറ്റോളൂ, എല്ലാവരും എഴുന്നേറ്റോളൂ. ഫഖാമൽ മുഹാജിറൂന വൽ അൻസാർ, മക്ക നിവാസികളും മദീന നിവാസികളും അടങ്ങുന്ന സഹാബികൾ 1000-ഓളം ആളുണ്ട് ഖന്തക്കിൽ. എല്ലാരും എഴുന്നേൽക്കുകയാണ്. നേരെ ഞാൻ എന്റെ ഭാര്യയുടെ സമീപത്തേക്ക് എന്നിട്ട് അവൻ വയ്യക്കി. നാശമെന്ന് അതിന്റെ നേരെ അർത്ഥം. പക്ഷേ സങ്കടം കൊണ്ട് പറഞ്ഞതാ, വല്ലാത്ത സങ്കടമായി പോയി. ജാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മുഹാജിരീന വൽ അൻസാരി വമഅഹും, റസൂലുള്ള വരുന്നുണ്ട്, 1000-ഓളം ആളുണ്ട് കൂടെ. സുബ്ഹാനല്ലാഹ്. ആ ഭാര്യന്റെ ഒരു ഈമാൻ നോക്കണേ. ഖാലത്ത് ഹൽ സഅലക, റസൂലുള്ളാഹിനെ പറ്റി സഹാബിയത്തായ വനിതന്റെ ഈമാൻ നോക്കുമ്പോമാരെ, ഹൽ സഅലക, തങ്ങൾ നിങ്ങളോട് ചോദിച്ചിരുന്നോ, എന്താ ഉള്ളത് ചോദിച്ചിരുന്നോ, എന്താ ഉള്ളത് എന്ന് ചോദിച്ചിരുന്നോ? പുൽത്തുന, ഞാൻ പറഞ്ഞു ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഭാര്യക്ക് സമാധാനം, തങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ വരുന്നത്, പേടിക്കാനില്ല. അതിനുള്ള വകുപ്പൊക്കെ അള്ളാന്റെ റസൂലിന്റെ അടുത്തുണ്ടാകും, അത് നമ്മൾ ഭയപ്പെടേണ്ടതില്ല. സുഹൃത്തുക്കളെ, അമ്പിയാക്കൾ വിചാരിക്കും മോചിതത്തുണ്ടാവില്ല, ഔലിയാക്കൾ വിചാരിക്കും കറാമത്തുണ്ടാവില്ല എന്നാ പുത്തംവാദികൾ പറയല്. എന്നാൽ ഈ ഉമ്മാക്കറിയാ അള്ളാന്റെ റസൂൽ വിചാരിച്ചാൽ മോചിതത്തുണ്ടാകും. ആ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ് സഹാബിയത്തായ പെണ്ണിന്, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യക്ക്. ആ മഹദി പറയുന്ന, എന്നാ ഭയപ്പെടേണ്ടതില്ല. നബിതങ്ങൾ പറയും, നിങ്ങൾ കടന്നോളൂ, തിരക്ക് കൂട്ടണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പത്തിരി മുറിച്ചിട്ട് കൊടുക്കുകയാണ്. അതിലതാ മാംസവും കൂട്ടുകയാണ്. അതിനു മുമ്പ് ആ ചട്ടിയുടെ സമീപത്തും അതുപോലെ ചുട്ടെടുക്കുന്ന ഗോതമ്പപ്പൊടിയുടെ സമീപത്തും ചെന്ന് അവിടുത്തെ സറഫാക്കപ്പെട്ട ഉമിനീരൊരൽപ്പം അതിൽ ചേർക്കുന്നു. ഫബസഖ ഫീഹി വബാറക, അവിടുത്തെ സറഫാക്കപ്പെട്ട ഉമിനീര് ചേർക്കുന്നു. ആ ഉമിനീര് സുഹൃത്തുക്കളെ നമ്മളെ ഉമിനീര് പോലെ ഉള്ളതല്ല കേട്ടോ, രോഗാണുക്കൾ ഉള്ളതല്ല കേട്ടോ, അത് ഔഷധമാണ് കേട്ടോ. ആ ഉമിനീര് തൊട്ട് പുരട്ടിയപ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചെങ്കണ്ണ് രോഗം മാറിയില്ലേ? ആ ഉമിനീര് പുരട്ടിയപ്പോ അതാ മുറിഞ്ഞു ഒലിച്ചു പോയ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന്റെ മുറിയുണങ്ങിയില്ലേ? അതിന് കാഴ്ച കിട്ടിയില്ലേ? ഇപ്പുറത്തെ കണ്ണിന് ചെങ്കണ്ണ് വന്നാലും അവിടുത്തെ ഉമിനീര് തൊട്ട കണ്ണിന് പിന്നെ ചെങ്കണ്ണ് രോഗം ബാധിക്കാറില്ല. ആ ബഹുമാനപ്പെട്ട ഉമിനീര് ചേർക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ മരുന്നിൽ തേന ചേർക്കാറില്ലേ? തേനെന്ന് പറയുന്നത് ഈച്ചയുടെ വയറ്റിന്ന് വരുന്നതല്ലേ? ഈച്ചയുടെ വയറ്റിന്ന് വരുന്നതല്ലേ? ഈച്ച തുപ്പിയതല്ലേ? അതിന് വലിയ ഔഷധ വീര്യമല്ലേ? അത് മരുന്നല്ലേ? അല്ലാഹു തആല ഈച്ചയുടെ തേനീച്ചയുടെ വായിൽ നിന്ന് വയറ്റിൽ നിന്ന് വരുന്നതിന് തന്നെ ഔഷധ വീര്യം കൊടുത്തെങ്കിൽ ആകാശഭൂമികളെ മുഴുവനും സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വായിൽ നിന്ന് വരുന്ന ഉമിനീരിന് അല്ലാഹു കൊടുക്കുന്ന ബറക്കത്ത് എത്രയാണ്, മഹത്വം എത്രയാണ്! അത് നബി തങ്ങൾ ചേർത്തുകൊണ്ട് വിതരണം ചെയ്യാൻ തുടങ്ങുന്നു. നബി തങ്ങൾ സഹാബത്തിനെ അടുത്തോട്ടേക്ക് വിളിക്കുന്നു. പത്തിരി ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നു. ഈ ചട്ടിയിൽ നിന്ന് മാംസം ഇങ്ങനെ വിളമ്പുന്നു. 1000-ഓളം ആളുകൾ മുഴുവനും ഭക്ഷണം കഴിച്ചിട്ടും ഭക്ഷണം ബാക്കിയാണ് കേട്ടോ. അവിടുന്ന് പറഞ്ഞു, കുലീഹാദാ, ഇത് നീ കഴിച്ചോ പെണ്ണേ. ജനങ്ങൾ വല്ലാതെ വിശന്നിട്ടുണ്ട്, ഇനിയുള്ളത് നീ മറ്റുള്ളവർക്ക് കൊടുത്തയച്ചോ പെണ്ണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം കൊടുക്കൽ വലിയ സന്തോഷമാണ് കേട്ടോ. ഞാൻ തുടക്കത്തിലും പറഞ്ഞില്ലേ, ഭക്ഷണം കൊടുക്കുക അത് വല്ലാത്ത സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ ഖൈറായ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ തുതഇമുത്തആം, ഭക്ഷണം കൊടുക്കലാണ്. അതുപോലെ തന്നെ നിനക്ക് പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും സലാം പറയലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ബുഖാരിയിൽ കാണാം. അപ്പൊ അവിടുന്ന് വയറ്റിന് കല്ല് വെച്ച് കെട്ടിയിട്ട് അധ്വാനിച്ചു, പ്രയാസങ്ങൾ അനുഭവിച്ചു. സുഖലോലുപനായി ഇവിടെ രാജകീയ പദവിയിൽ ഇരുന്ന് സുഖലോലുപനായി ജീവിച്ചതല്ല ഇത്. അതാ നബി തങ്ങൾക്കൊന്നും കിട്ടാഞ്ഞിട്ടാന്നൊരു ധാരണ നിങ്ങൾക്ക് വേണ്ട.
കിട്ടാഞ്ഞാ പിന്നെന്താ ചെയ്യാന്ന് ധാരണ വേണ്ട. ആ ധാരണയെ തിരുത്തുന്ന പദ്യമാണ് ബുർദയിലെ അടുത്ത പദ്യം. വറാവദത്തുൽ ജിബാലു സുമ്മു മിൻ ദഹബീബ് അന്നഫ്സിഹി ഫാറാ അയ്യാമാ സമമീ വഅകദത് സുഹദഹു ഫിഹാ ضرورتهم إن الضرورة لا تعدو على اللصام وكيف تدعو إلى دنيا ضرورة من لولاه لم تخرج دنيا من الآدم. ഈ 3 പദ്യങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ സംസാരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഉത്തരമുള്ള മജ്ലിസാക്കണേ റഹ്മാനേ. ഞങ്ങളുടെ ഈ ബുറുദ ബൈത്ത് ആദ്യം മുതൽ അവസാനം വരെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ നീ പൊരുത്തപ്പെടുന്ന നിലക്ക് ജനങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന നിലക്ക് പറഞ്ഞു തീർക്കാൻ നീ ആരോഗ്യം തരണം റഹ്മാനേ. അതിന് സൗകര്യം തരണം റഹ്മാനേ. ഈ സദസ്സ് സംഘടിപ്പിക്കുന്നതിന് അധ്വാനിച്ചവരും ഇവിടെ വന്നവരും വരുന്നവരും ഞങ്ങളുടെ ബുറുദയുടെ സദസ്സുകൾ പല സ്ഥലത്തും സംഘടിപ്പിച്ചവരും ഇനി സംഘടിപ്പിക്കുന്നവരും ഞങ്ങൾക്കെല്ലാവർക്കും നീ സർവ്വ ഖൈറും ചൊരിക്കണേ റഹ്മാനേ. ഞങ്ങളിൽ മരിച്ചുപോയ മുഴുവൻ ആളുകളെ ഖബറിലും നീ സന്തോഷം നൽകണം റഹ്മാനേ.